ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത AIS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ വളരെ ദീർഘമായിട്ടുള്ളൊരു പത്രസമ്മേളനം രാഹുൽ ഗാന്ധി നടത്തുകയുണ്ടായി. ആ ഒരു പത്രസമ്മേളനത്തിനെ ആസ്പദമാക്കി തന്നെയാണ് ഞാൻ എൻ്റെ ഒന്നാമത്തെ ആർട്ടിക്കിൾ ചൂസ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു ഒറ്റ ഡിസ്ട്രിക്റ്റിനെ അല്ലെങ്കിൽ ഒരു ലോകസഭാ മണ്ഡലത്തെ മാത്രം എടുത്ത് മഹാദേവപുര അസംബ്ലി എന്ന് പറയുന്ന ഒരു അസംബ്ലിയെ മാത്രം എടുത്തുകൊണ്ട് 1,00,000-ഓളം ഇല്ലീഗൽ വോട്ടുകൾ അല്ലെങ്കിൽ 1,00,000-ഓളം ഇല്ലീഗൽ ഇലക്ട്രൽ റോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓരോരുത്തരെയും ഇല്ലീഗലായി ഇലക്ട്രൽ റോളിലേക്ക് ചേർക്കപ്പെട്ടു എന്നത് ഒരു മണ്ഡലത്തിന്റെ മാത്രം എക്സാമ്പിൾ ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു ആറ്റം ബോംബ് കുറച്ച് ദിവസമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ആറ്റം ബോംബ് ഇലക്ഷൻ കമ്മീഷനെതിരെ കരുതി വെച്ചിട്ടുണ്ട് എന്ന്. സോ അങ്ങനെ ഒരു ആറ്റം ബോംബ് നമ്മളുടെ രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് ഈവൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമായിട്ടുള്ളവര് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ അട്ടിമറി ഉണ്ട് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം. പണ്ട് EVM ആരോപണമായിരുന്നു, അല്ലെങ്കിൽ EVM സിസ്റ്റം തകരാറാണ്, അല്ലെങ്കിൽ EVM മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ ജയിക്കുന്നത് എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ EVM-ലല്ല, കൃത്യമായിട്ട് തെളിവോട് കൂടിയിട്ട് എവിടെ പറഞ്ഞു, EVM-ലല്ല ഇലക്ട്രൽ റോളുകളിലാണ് ഇവര് ചേഞ്ച് സംഭവിക്കുന്നത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുകയാണ്, വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. സോ ഇതാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് ആണോ? എന്താണ് ഒരു UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം, നെക്സ്റ്റ് ഇയർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് ആണോ? അല്ല, ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് അല്ല. ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. സോ ഇതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ന്യൂസ് ആയിട്ട് മാറ്റി നിർത്തേണ്ട ഒരു ന്യൂസ് അല്ല. ഇലക്ഷൻ കമ്മീഷന്റെ പ്രോബ്ലവും ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, ബീഹാറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ, മരിച്ചുപോയവരെ, അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തവരെ, ഇല്ലീഗൽ മൈഗ്രൻസിനെ, ഇങ്ങനെയുള്ളവരെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് മഹാരാഷ്ട്രയിലും കർണാടകയിലും മഹാദേവപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചില ആളുകൾ ഉൾപ്പെടെ ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള തിരിമറികൾ നടത്തിയിട്ടുള്ളത് എന്നാണ് അവിടെ പ്രസ്താവിക്കുന്നത് ആര്? രാഹുൽ ഗാന്ധി. സോ ഇതൊരു പൊളിറ്റിക്കൽ ആൻഡ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ന്യൂസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വരും. എന്തായാലും ഒരു കേസ് കോടതിയിലേക്ക് വരും, ആ കോടതി കേസിന് മേലെ ഒരു വിധി വരും. അപ്പൊ നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ടി വരും. സോ ഈ ഒരു സർക്കംസ്റ്റാൻസസ് ഓർമ്മയിൽ വെച്ചേക്കുക. ബാക്കി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം, നമ്മളുടെ എഡിറ്റോറിയൽ പോർഷനിലേക്ക് പോകാം. ഇത് എന്താണ് ഈ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിഡ് വെൽ ടു പോസ് റേറ്റ് കട്ട്സ് അമിഡ് ദ അൺസർട്ടനിറ്റീസ്. അതായത് നമ്മളുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി വീണ്ടും കൂടിയിരിക്കുകയാണ്. MPC കമ്മിറ്റി, മോണിറ്ററി പോളിസി കമ്മിറ്റി. ഇവരെന്താ ചെയ്യുന്നത്? ഇവര് നമ്മളുടെ ഇൻഫ്ലേഷനുകളെ ടാർഗറ്റ് ചെയ്യും. ദെൻ നമ്മളുടെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റുകൾ, പെർട്ടിക്കുലർലി പല റേറ്റുകളും അഡ്ജസ്റ്റ് ചെയ്യും. എന്തിനാ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ 1-2 തീയതികളിലെ ക്ലാസ് ആണ്. അവിടെ എന്തിന്റെ കേസിലാണ് പറഞ്ഞത്? നമ്മളുടെ റേറ്റുകൾ കട്ട് ചെയ്യുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളുടെ റിപ്പോ റേറ്റുകളൊക്കെ കട്ട് ചെയ്ത സമയത്താണ് നമ്മൾ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പുതിയ ആളുകളായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ബ്രീഫായിട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണ് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്തു പോകും. അതിനുശേഷം മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി പഠിക്കണം, ദെൻ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ്. ഈ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഉപകരണം, മോണിറ്ററി പോളിസിയുടെ ഉപകരണങ്ങൾ, ചില ഉപകരണങ്ങൾ ഉണ്ട് ആരുടെ കയ്യിൽ? മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കയ്യിൽ. ഈ ഉപകരണങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് MPC കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലേഷനെയും ഗ്രോത്തിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്തിനെ? ഇൻഫ്ലേഷനെയും ഗ്രോത്തിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി നോക്കാം, ദെൻ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റിലേക്ക് പോകാം. ഓക്കെ,
ദ ഫസ്റ്റ് വൺ മോണിറ്ററി പോളിസി കമ്മിറ്റി. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് 2016 എന്നാണ് 2016 അതിനു മുൻപ് RBI ഗവർണർ ആയിരുന്നു ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ എന്തിന് നമ്മുടെ റേറ്റുകൾ നിർണ്ണയിക്കുന്നതിനൊക്കെ അവസാന വാക്കായിട്ടുണ്ടായിരുന്നത്. ദെൻ 2016 ശേഷം ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇറ്റ്സ് എ 6 മെമ്പർ കമ്മിറ്റി, 6 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. ഇറ്റ്സ് എ 6 മെമ്പർ കമ്മിറ്റി. 3 റെപ്രസെന്റേറ്റീവുകൾ നമ്മളുടെ RBIയുടെ ഭാഗത്ത് നിന്നും ദെൻ 3 റെപ്രസെന്റേറ്റീവുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. സോ ഈക്വൽ റെപ്രസെന്റേഷൻ ഫ്രം ഗവൺമെന്റ് ആൻഡ് RBI. അങ്ങനെ 6 മെമ്പറുകൾ അടങ്ങുന്ന കമ്മിറ്റിയാണ്. ദെൻ RBI ഗവർണർ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിരിക്കും. എന്തിന്റെ? നമ്മളുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും ആര്? RBI ഗവർണർ. സോ ഇറ്റ്സ് എ 6 മെമ്പർ കമ്മിറ്റി. ദെൻ ഇവർക്ക് റീ അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടാവൂ. ഈ തെരഞ്ഞെടുക്കുന്ന 6 പേർക്കും റീ അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടാവൂ? ഇല്ല. ഇവരുടെ ടെന്യൂർ 4 വർഷമായിരിക്കും. 4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് റീ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. പുതിയ ആളുകൾ നമ്മളുടെ മോണിറ്ററി പോളിസിയിലേക്ക് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലേക്ക് വരണം. ഓക്കെ ആണോ? 6 പേരടങ്ങുന്ന കമ്മിറ്റി 4 പ്രാവശ്യമായിരിക്കും ഒരു വർഷത്തിൽ കൂടുന്നത്. വിച്ച് മീൻസ് ക്വാർട്ടേഴ്സിലായിരിക്കും ഇവർ കൂടുന്നുണ്ടാവുക. ദെൻ ലേറ്റർ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൊറോണ പോലെയുള്ള സിറ്റുവേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അവർ കൂടുവാനായിട്ടുള്ള മിനിമം 4 പ്രാവശ്യമൊക്കെ അവർ കൂടാറുണ്ട്. ഓക്കെ. ദെൻ ഇവർ എന്താ ചെയ്യുക? ഇവര് ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യും. വിച്ച് മീൻസ് ഇന്ത്യക്ക് ഒരു ഇൻഫ്ലേഷൻ പ്ലാൻ ഉണ്ട്. അത് 4 ± 2, 4%, ഒരു 6% വരെ ആകാം. ദെൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വരെ ആകാം? 2% വരെ. അതാണ് 4 ± 2 എന്ന് നമ്മൾ പറയുന്നത്. ഇൻഫ്ലേഷൻ ഒരു 6% വരെ പോകാം. കുറഞ്ഞു കഴിഞ്ഞാലോ? കുറഞ്ഞു കഴിഞ്ഞാൽ 2% വരെ പോകാം. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഇൻഫ്ലേഷൻ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭമല്ലേ? ഇൻഫ്ലേഷൻ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ലാഭമല്ലേ? ലാഭമാണോ? അല്ല. എക്കോണമിയിൽ ചെറിയ രീതിയിൽ ഇൻഫ്ലേഷൻസ് വേണം. കാരണം എന്താണ്? ഞാനൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു കാർ ഡീലറാണ്, അല്ലെങ്കിൽ കാർ ഓണറാണ്, കാർ മാനുഫാക്ചറാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ MD ആണ് ഞാൻ എന്ന് വിചാരിക്കുക. ഞാൻ ഈ വർഷവും 4 ലക്ഷം രൂപയ്ക്ക് കാർ വിൽക്കുന്നു. അടുത്ത വർഷവും 4 ലക്ഷം രൂപയ്ക്ക് തന്നെയാണ് കാർ വിൽക്കുന്നത്. ഇൻഫ്ലേഷൻസ് ഒന്നുമില്ല എക്കോണമിയിൽ. സോ അത് അങ്ങനെ ഒരു 10 വർഷം 4 ലക്ഷം രൂപയ്ക്ക് തന്നെ കാർ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പണി ചെയ്യാനായിട്ട് തയ്യാറാവുമോ? ഇല്ല. ഈ വർഷം 4 ലക്ഷം രൂപയ്ക്ക് വിറ്റു. നെക്സ്റ്റ് ഇയർ നമ്മളുടെ എക്കോണമിയുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു 4,10,000 രൂപയെങ്കിലും ആകണം, അല്ലെങ്കിൽ 4,20,000 രൂപയെങ്കിലും വണ്ടിയുടെ പൈസ ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ? ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവില്ല. സോ ഒരു മിനിമം ലെവലിൽ എന്ത് വേണം? ഇൻഫ്ലേഷൻ നമ്മളുടെ എക്കോണമിയിൽ വേണം. അതുകൊണ്ടാണ് 4 ± 2 എന്നുള്ളൊരു കണക്കിലേക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുക, ദെൻ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ചെയ്യുന്നത്. ഓക്കെ. ദെൻ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ടൂൾസ് ഉണ്ട്. ചില ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവര് എന്ത് ചെയ്യുന്നത്? ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. ഓക്കെ ആണോ? ആ ടൂളുകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. സോ അങ്ങനെയുള്ള ടൂളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്ന് പറയും. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ദെൻ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൈസയാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ലിക്വിഡിറ്റി അസറ്റ്സുകൾ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്ന പൈസയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലേ? അത് ലിക്വിഡ് അസറ്റ് ആണോ? അല്ല. നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് നമുക്കൊരു പണമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട്? ആദ്യം നമ്മൾ ആ റിയൽ എസ്റ്റേറ്റിൽ, അതായത് ഭൂമി വാങ്ങിച്ചിട്ടത് നമ്മൾ വിൽക്കണം. വിൽക്കാനായിട്ട് നമ്മൾ മുദ്രപത്രം വാങ്ങണം. ദെൻ വേറെ എന്ത് ചെയ്യണം? ദെൻ മുദ്രപത്രം അംഗീകരിച്ച് അവർ തിരിച്ച് നമുക്ക് പൈസ തരണം. ആ പൈസ നമ്മളുടെ ബാങ്കിലേക്ക് കയറണം. ഇത്രയും പ്രൊസീജിയർ പൂർത്തിയായാൽ മാത്രമേ നമ്മളൊരു റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ, അല്ലെ? ദെൻ ഗോൾഡ് ഒരു ലിക്വിഡ് അസറ്റ് ആണോ? അല്ല.
ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഗോൾഡ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങാൻ തയ്യാറുള്ള ഒരാൾക്ക് കൊണ്ടുപോയിട്ട് അത് കൊടുത്ത് അത് വിറ്റതിന് ശേഷം പൈസ വാങ്ങണം. പക്ഷേ ബാങ്കിൽ കിടക്കുന്ന പൈസയോ നമ്മളുടെ അത് ലിക്വിഡിറ്റി ഇല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റും. അതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ലിക്വിഡിറ്റിയെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പല ഫെസിലിറ്റീസ്, അതാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്. പെർട്ടിക്കുലർലി റിപ്പോ റേറ്റുകൾ എന്ന് പറയും. എന്ത് പറയാം? റിപ്പോ റേറ്റ്സ്. റിപ്പോ റേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അല്ലെങ്കിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. ഇങ്ങനെ 4 എണ്ണമാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ 6 കാര്യങ്ങൾ പഠിച്ചു. ക്യാഷ് റിസർവ് റേഷ്യോ, പേര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, എനിക്കറിയാം. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ദെൻ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചില ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട് പഠിച്ചു. അതിൽ 4 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ദെൻ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ 4 എണ്ണത്തിന് മാത്രം എടുത്തുകൊണ്ട് എന്താണ്, അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിനെയും റിപ്പോ റേറ്റുകളെയും മാത്രം എടുത്തു, അതായത് റിപ്പോ റേറ്റുകളെയും റിവേഴ്സ് റിപ്പോ റേറ്റിനെയും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയെയും സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, ഈ 4 എണ്ണം മാത്രം ഒരു വട്ടം വരച്ചിട്ട് എന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ആണെന്ന് വിളിച്ചത് എന്താ? ഈ 2 എണ്ണത്തിനെ പുറത്ത് നിർത്തിയത് എന്താ? ഇതെന്താ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയിൽ ഞങ്ങൾ രണ്ടുപേരും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തേക്ക് മാറി നിന്നോ? ഇല്ല. ഈ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർനൈറ്റ് ലിക്വിഡിറ്റി, അതായത് ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പീരീഡിലുള്ള ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ബാങ്കുകളുടെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു ഷോർട്ട് ടേം പീരീഡിലുള്ള ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ് പെർട്ടിക്കുലർലി ഓവർനൈറ്റ് ലിക്വിഡിറ്റീസ്. ഓക്കെ, പക്ഷേ ക്യാഷ് റിസർവ് റേഷ്യോസും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോസും ഓവർനൈറ്റിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കില്ല. ഓക്കെ, ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും, പക്ഷേ ഓവർനൈറ്റിലല്ല. അത് കുറച്ചും കൂടി ലോങ് ടേം ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി കമ്മിറ്റീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ 6 കാര്യങ്ങൾ പഠിച്ചു. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ദെൻ വേറെ എന്തൊക്കെ, ദെൻ ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ 4 എണ്ണത്തിന് ഞാൻ കയറ്റി. അതിനെ എന്ത് വിളിച്ചു? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്? ഓവർനൈറ്റ് ലിക്വിഡിറ്റീസ്, അതായത് പെട്ടെന്ന് പണമാക്കാൻ, പെട്ടെന്ന് ബാങ്കിന് ഒരു പണത്തിന്റെ അത്യാവശ്യം വന്നു. ഓക്കെ, സോ ആ സമയത്ത് പണമാക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അതിനുള്ള റേറ്റിനെ ഞാൻ എന്ത് വിളിച്ചു? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്. 4 എണ്ണം: റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. ഓക്കെ ആണോ? 4 എണ്ണം പഠിച്ചല്ലോ, 6 എണ്ണം പഠിച്ചല്ലോ. ദെൻ ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് ഇത് മോണിറ്ററി പോളിസിയുടെ ഒരു ടൂളാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ധനകാര്യ സ്ഥാപനം നടത്തുകയാണ്. ഞാൻ SBI നടത്തുകയാണ്. ഞാൻ ഇനി മുതൽ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ SBIയുടെ ഓണറാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓണറാണ്. ഞാനൊരു ധനകാര്യ സ്ഥാപനം നടത്തുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പണത്തിന്റെ, എൻ്റെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന്റെ ഇത്ര ശതമാനം, ഒരു പെർട്ടിക്കുലർ പേഴ്സൻറ്റേജ് ഞാൻ എന്ത് ചെയ്യണം? RBIയുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് RBI എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടല്ലോ, ബാങ്ക് ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1936 ഫോം ചെയ്തിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അപ്പെക്സ് ബാങ്ക് ആണ്, എല്ലാവരുടെയും ടോപ്പ് മോസ്റ്റ് ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്യാഷ് റിസർവ് റേഷ്യോ പ്രകാരം എന്താണ്? എൻ്റെ കയ്യിലുള്ള പണത്തിന്റെ, എൻ്റെ ബാങ്കിൽ ആളുകൾ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന്റെ ഒരു നിശ്ചിത ശതമാനം, പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 to 4% ആരുടെ അടുത്ത് നിക്ഷേപിക്കണം? ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ലോക്കറിൽ അടച്ചു വെച്ചാൽ മതിയോ? പോരാ, RBIയുടെ അടുത്ത് നിക്ഷേപിക്കണം. ഓക്കെ, RBIയുടെ അടുത്ത് എങ്ങനെ നിക്ഷേപിക്കണം? ഗോൾഡ് ആയിട്ട് നിക്ഷേപിക്കാൻ പറ്റുമോ എനിക്ക്? ഇല്ല. ഇൻ ക്യാഷ് ഫോർമാറ്റ്, the minimum percentage of banks total demand and time liabilities. സിംപിളി നമ്മളുടെ ടോട്ടൽ ക്യാഷ്, അതായത് ഡിമാൻഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ
ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ ആ പൈസ ബാങ്ക് തിരിച്ചു തരാനായിട്ട് തയ്യാറാവണം. അങ്ങനെയുള്ള ഡിമാൻഡ് ഡെപ്പോസിറ്റുകളെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. ദെൻ ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഡെപ്പോസിറ്റ് വിച്ച് മീൻസ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമ്മൾ ഇത്ര കാലത്തേക്ക് ഫിക്സ് ഇടുന്നു. സോ അതിനെ ഇത്ര ടൈം കഴിഞ്ഞാൽ മാത്രമല്ലേ ഇത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. സോ ഡിമാൻഡ് ലയബിലിറ്റീസും ഉണ്ട്, ടൈം ലയബിലിറ്റീസും ഉണ്ട്. നോർമലി നമ്മുടെ ബാങ്കുകളിൽ കിടക്കുന്ന പൈസ എന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ നമ്മളുടെ ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ ഇത്ര ശതമാനം 3 to 4% നമ്മൾ എവിടെ കൊടുക്കണം? RBIയുടെ കയ്യിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്ത് ഫോർമാറ്റില്? ഗോൾഡ് ആയിട്ടാണോ? അല്ല, ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. റിസർവ് ആയിട്ട് മാറ്റിവെക്കണം. റിസർവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൽ ഒരു റിസർവ് ഉണ്ടല്ലോ, പെട്രോള് റിസർവ് ചെയ്ത് വെക്കും. എന്തിനാണ്? അതായത് അത്യാവശ്യങ്ങൾ വരുമ്പോൾ യൂസ് ചെയ്യുന്നതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പെട്രോൾ തീരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ബാങ്കുകൾ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിയുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന പൈസയാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ആരുടെ കയ്യിലായിരിക്കും അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത്? RBIയുടെ കയ്യിലായിരിക്കും അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ ആണോ? ദെൻ എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മളുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ത് ചെയ്യുന്നു? ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇതുവരെ എനിക്ക് എന്റെ ബാങ്കിൽ, ഞാൻ SBI ആണല്ലോ, ഞാൻ SBIയിൽ ഒരു ആള് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 1 ലക്ഷം രൂപയിൽ എന്താണ്? ഇത്ര ശതമാനം, ഒരു 3 to 4%. ഞാൻ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, എക്സാമ്പിൾ പറയുമ്പോൾ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 10% ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് മാറ്റിവെക്കണം എന്ന് ചിന്തിക്കുക. നോർമൽ കേസിൽ 10% ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് മാറ്റിവെക്കണം. അപ്പോൾ 1 ലക്ഷം രൂപയുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ. ഓക്കെ, അപ്പൊ എന്നോട് RBI ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, മോനെ നീ 10% മാറ്റിവെച്ചാൽ പോരാ, നീ ഒരു 20% മാറ്റിവെക്കണം. സോ ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഞാൻ 20% മാറ്റിവെക്കണം. അപ്പൊ 1 ലക്ഷം രൂപയുടെ 20,000 രൂപ ഞാൻ ഇനി മാറ്റിവെക്കണം. എത്ര മാറ്റിവെക്കണം? പണ്ട് ഞാൻ 10,000 രൂപയാണ് മാറ്റിവെച്ചിരുന്നത്, പക്ഷേ ഇപ്പോ എനിക്ക് 20,000 രൂപ മാറ്റിവെക്കണം. ഓക്കെ, സോ ബാങ്കുകൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? ബാങ്കുകളുടെ ഒരു വരുമാന മാർഗം എങ്ങനെയാണ്? ഈ പൈസ അവിടെ വെച്ചിട്ട്, അതായത് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ അവിടെ വെച്ചിട്ട് അവർ അതിന്റെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ പൈസ ഇങ്ങനെ കുമിഞ്ഞു കൂടും? ഇല്ല. ഇവര് എന്ത് കൊടുക്കും? ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യും. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി, ഇതാണ് ബാങ്കിന്റെ ബേസിക് ആയിട്ടുള്ള തത്വം അല്ലെ? അപ്പോൾ ലോണുകൾ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ 10% മാറ്റിവെച്ചിരുന്ന സമയത്ത്, 10% ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എത്രയായിരുന്നു ലോണുകൾ കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്? 90,000 രൂപ, വിച്ച് മീൻസ് 90,000 റുപ്പീസ് എനിക്ക് ആളുകളിലേക്ക് ലോൺ കൊടുക്കാനായിട്ടും അതുവഴി എന്ത് ചെയ്യാനായിട്ട് പറ്റും? എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും പറ്റും. ഓക്കെ, സോ ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? എനിക്ക് 80,000 രൂപ മാത്രമേ ആളുകളിലേക്ക് ലോണായിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡെപ്പോസിറ്റ് മോർ വിത്ത് RBI ഹാസ് ലെസ് ടു ലെൻഡ് ടു കസ്റ്റമേഴ്സിന് ലെൻഡ് ചെയ്യാനായിട്ട് കുറവാണ്. സോ റെഡ്യൂസിങ് ദ മണി സപ്ലൈ ഇൻ ദ എക്കോണമി. ഓക്കെ, സോ എന്താണ്? ഇൻഫ്ലേഷൻ കുറയാനായിട്ട്. സോ ഇതൊരു ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ ആണ്. നാട്ടില് പണപ്പെരുപ്പം കൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് ചിന്തിക്കുക. അതായത് നാട്ടിലെ എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ബാങ്കുകൾ RBIയിൽ കീപ്പ് ചെയ്യേണ്ട പണങ്ങൾ കൂട്ടും. ഓക്കെ, സോ സാധാരണക്കാർക്ക് ലോൺ കൊടുക്കാനായിട്ടുള്ള പൈസ ഉണ്ടാവില്ല. ലോൺ സാധാരണക്കാർക്ക് മാത്രമല്ല, ഇൻവെസ്റ്റേഴ്സിന്. സോ വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊന്നും ഇപ്പൊ നടത്തില്ല. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ആളുകൾ പണം എവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങും? ബാങ്കുകളിൽ നിക്ഷേപിക്കാനായിട്ട് തുടങ്ങും. സോ മണി ആൻഡ് ഇൻഫ്ലേഷൻ അങ്ങനെ കുറയും. ഓക്കെ, സോ ക്യാഷ് റിസർവ് റേഷ്യോ കൊണ്ട് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ കർബ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ക്യാഷ് റിസർവ് റേഷ്യോ കൊണ്ട്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആളുകൾ അല്ലെങ്കിൽ നോർമൽ പബ്ലിക്കിന്റെ ഇടയിൽ പൈസ കൂടുതലായിട്ട് വരും. ഓക്കെ,
മനസ്സിലായോ? സോ ക്യാഷ് റിസർവ് റേഷ്യോ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് പറഞ്ഞാലോ, കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റ് ലെസ് മണി വിത്ത് RBI, ഹാവ് മോർ ടു ലെൻഡ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് നമുക്ക് കൂടുതൽ ലെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ലിക്വിഡിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി മീൻസ് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഒരു നിയമം മൂലം. ഓക്കെ, സോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ, അതായത് നിങ്ങൾക്ക് ടോട്ടൽ ഡെപ്പോസിറ്റുകൾ വന്നിരിക്കുന്നതിന്റെ ഇത്ര ശതമാനം തുക ആരായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, റിസർവ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അത് ക്യാഷിൽ വെക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഈതർ ക്യാഷിൽ വെക്കാം, ഗോൾഡിൽ വെക്കാം, സെക്യൂരിറ്റീസിൽ വെക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഗവൺമെന്റ് ബോണ്ടുകളായിട്ട് അല്ലെങ്കിൽ ട്രഷറി ബില്ലുകളായിട്ട്, അങ്ങനെയുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, സോ ക്യാഷ് റിസർവ് റേഷ്യോ എങ്ങനെയായിരുന്നു? നിങ്ങൾ RBIയുടെ അടുത്ത് കീപ്പ് ചെയ്യണം, അതും പണമായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ക്യാഷ് റിസർവ് റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും റിസർവ് തന്നെയാണ്, റിസർവ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. എവിടെ? നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. നിങ്ങളൊരു ബാങ്ക് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, RBIയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയൊന്നും വേണ്ട. ക്യാഷ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണോ ഞങ്ങൾ? വേണ്ട. എന്തൊക്കെയായിട്ട് കീപ്പ് ചെയ്യാം? ക്യാഷ് ആവാം, ഗോൾഡ് ആകാം, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആകാം, അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും വേർഷൻസിൽ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. നോർമലി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും, 18%. കാരണം എന്താണ്? നമ്മളുടെ കയ്യിൽ തന്നെ വെക്കുന്ന തുകയാണല്ലോ, നമ്മളുടെ RBIയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഒന്നും കൊടുക്കണ്ടല്ലോ. സോ നോർമലി നമ്മളുടെ കയ്യിൽ തന്നെ വെക്കുന്നതാണ്, അതൊരു 18%. സോ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും നമ്മളുടെ ക്യാഷ് റിസർവ് റേഷ്യോയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 22-23% ഒക്കെ അടുത്താണ് വരാറുള്ളത്. ഓക്കെ, ദെൻ ഇനി ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്. രണ്ടും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫ്ലേഷനെ കർബ് ചെയ്യുകയാണ്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ കൂടും, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കൂടും. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ആര് കൂട്ടും? മോണിറ്ററി പോളിസി കമ്മിറ്റി കൂട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? സെയിം എഫക്ട് തന്നെയാണ്, രണ്ടിനും സെയിം എഫക്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ഒന്ന് നമ്മളുടെ കയ്യിൽ വെക്കുന്നു, ഒന്ന് എവിടെ വെക്കുന്നു? RBIയുടെ കയ്യിൽ വെക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, സോ 18% അടുത്താണ് നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോസ് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബാങ്കാണ്, ഞാൻ ഈ രണ്ട് റേഷ്യോസും അല്ലെങ്കിൽ രണ്ട് റിസർവ് ഒക്കെ കീപ്പ് ചെയ്തിട്ടും എൻ്റെ കയ്യിൽ പണമില്ല. ഞാനൊരു പണം SBI എന്ന് പറയുന്ന ബാങ്കിൽ പണം കൊടുക്കാനായിട്ടില്ല. ഓക്കെ, ഞാൻ പണപ്പെരുപ്പത്തിലാണ്, അല്ലെങ്കിൽ എനിക്ക് പണപ്പെരുപ്പത്തിൽ എന്നല്ല, പണം കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല, എൻ്റെ ബാലൻസ് ഷീറ്റുകൾ ടാലി ആവുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ റിസർവ് ബാങ്കിന്റെ അടുത്തേക്ക് പോകും. റിസർവ് ബാങ്ക് എന്ത് പറയും? മോനെ, ഞാൻ നിനക്ക് പണം തരാം എന്ന് പറയോ? ഇല്ല. മോനെ, നീ പൂട്ടിപ്പൊക്കോളാൻ പറയും എന്നോട്. പണം കൊടുക്കാനില്ലെങ്കിൽ നീ വേറെ വല്ല പണി ചെയ്തോ, നല്ല നീ വല്ല പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോക്കോ, അല്ലാണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് കാര്യം? മനസ്സിലായോ? എൻ്റെ അടുത്തേക്ക് വരണ്ട. ഇത് ലോങ് ടേം ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ റിസർവ് ബാങ്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അത് നിങ്ങളുടെ ബാങ്കിന്റെ കാര്യം. അപ്പോഴാണ് ബാങ്ക് കറപ്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ ബാങ്കുകൾ ഫെയിൽ ആകുന്ന ഒരു സിറ്റുവേഷനുകൾ വരുന്നത്. ഓക്കെ, ലോങ് ടേം ലിക്വിഡിറ്റി പ്രോബ്ലംസ് അല്ല ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് അഡ്രസ് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്, ലിക്വിഡിറ്റി എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് ഷോർട്ട് ടേം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും, നിങ്ങൾ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ചിന്തിക്കരുത്, ബാങ്കുകൾക്ക് ഒരു ക്രൈസിസ് വരുമ്പോഴേക്കും നമ്മളുടെ RBI ഒരു ദൈവദൂതനെ പോലെ വന്നിറങ്ങിയിട്ട് ബാങ്കുകൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. അങ്ങനെയൊന്നുമില്ല. ബാങ്കുകൾ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പൂട്ടിപ്പൊക്കോളണം. ആക്ച്വൽ സെൻസിൽ അങ്ങനെയല്ല നടക്കുന്നത്. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കുകൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി സിസ്റ്റമാറ്റിക് ഇമ്പോർട്ടന്റ് ബാങ്കുകൾ ഒന്നും വീഴാനായിട്ട് നമ്മളുടെ RBI അടക്കമുള്ള കോർപ്പറേഷനുകൾ സഹായിക്കത്തില്ല. ഇപ്പോൾ ലക്ഷ്മി വിലാസൻ ബാങ്ക് ആണെങ്കിലും, ദെൻ യെസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ബാങ്കുകൾ വീഴുന്നത് RBI പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണ്, പ്രൊട്ടക്ട് ചെയ്ത് തന്നെ നിർത്തും RBI. പക്ഷേ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ട് ടേം ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അതാണ് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. ദെൻ എന്താണ് ഈ ഷോർട്ട് ടേം ലിക്വിഡിറ്റി പ്രോബ്ലം? അതായത് ഞാൻ ബാങ്ക് നടത്തുകയാണ്. ഇന്ന് എൻ്റെ ബാങ്കിങ് അവേഴ്സ് കഴിഞ്ഞു, 3:30 എൻ്റെ ബാങ്കിങ് അവേഴ്സ് കഴിഞ്ഞു. ദെൻ ഞാൻ നാളെ നോക്കുമ്പോൾ നാളെ എൻ്റെ കുറച്ച് കടങ്ങളും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വരുമാനം വരാനുണ്ട്, ദെൻ കുറച്ച് പൈസ അങ്ങടേക്ക് കൊടുക്കാനുണ്ട്. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം. ഈ പ്രവർത്തനങ്ങൾക്ക്
എൻ്റെ പൈസ തികയുന്നില്ല, എനിക്ക് പണമുണ്ട്, എനിക്ക് അസറ്റുകളായിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം മാറി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇല്ലേ? എനിക്ക് കുറച്ച് അസറ്റുകളുണ്ട്, റിയൽ എസ്റ്റേറ്റുകളിൽ കുറച്ച് അസറ്റുകൾ കിടക്കുന്നുണ്ട്. ദെൻ ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ടും സ്റ്റാറ്റ്യൂഡിറ്റി ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ ആയിട്ട് എനിക്ക് കുറെ പണങ്ങൾ ഞാൻ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നാളത്തെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഓവർനൈറ്റ് പ്രവർത്തനങ്ങൾക്ക് എൻ്റെ കയ്യിൽ പൈസ കുറവാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് പറയും? RBI എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓവർനൈറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പൈസ കുറവാണ്, എനിക്ക് കുറച്ച് ലോൺ തരണം. അപ്പൊ RBI എന്ത് പറയും? സ്നേഹപൂർവ്വം പറയും, ഞാൻ ലോൺ തരാം, ലിക്വിഡിറ്റി ചെറിയ കുറച്ച് പ്രോബ്ലംസ് അല്ലേ, അല്ലെങ്കിൽ അടുത്ത ഷോർട്ട് ടേം പീരീഡിലേക്ക് വേണ്ടിയിട്ടല്ലേ, തീർച്ചയായിട്ടും ഞാൻ തരാം. പക്ഷേ ഞാൻ ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഞാൻ എന്ത് ചാർജ് ചെയ്യും? ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ആ റേറ്റിനെയാണ് റിപ്പോ റേറ്റുകൾ എന്ന് പറയുന്നത്. Okay, the rate of interest at which the RBI provides short-term loans to scheduled commercial banks. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഞാൻ ആരാണ്? SBI. എന്നെ പോലെയുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഷോർട്ട് ടേം ലോൺ കൊടുക്കുമ്പോൾ, RBI ഷോർട്ട് ടേം ലോൺ കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപർച്ചേസ് എഗ്രിമെന്റ്. ഇതൊരു എഗ്രിമെന്റ് ആണ്. റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി ഞാനൊന്ന് പറയാം, അതായത് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ തിരിച്ച് വാങ്ങിച്ചോളാം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിനെയാണ് ഈ റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ റിപ്പോ റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. RBIയുടെ കയ്യിൽ നിന്ന് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ അവർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഷോർട്ട് ടേം ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ പൈസയുണ്ട്. ഞാൻ ഇന്ന് ബാങ്ക് 3:30 അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതൽ പൈസയുണ്ട്. ഞാൻ നോക്കി, നാളെ എനിക്ക് കുറച്ചുകൂടി പൈസകൾ വരും, എനിക്ക് അത്രയൊന്നും ലോണുകൾ കൊടുക്കാനായിട്ട് നാളെ ഇല്ല. അപ്പൊ എൻ്റെ കയ്യിൽ കുറച്ചധികം പൈസയുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറയും? RBI എൻ്റെ കയ്യിൽ ഇന്ന് കുറച്ച് കൂടുതൽ പൈസയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതൽ പൈസയുണ്ട്, പക്ഷെ ഞാനത് ക്യാഷ് റിസർവ് റേഷ്യോ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ പൈസയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ RBI പറയും, നിന്റെ എക്സസ് ആയിട്ടുള്ള ഫണ്ട് എൻ്റെ കയ്യിൽ പാർക്ക് ചെയ്തോളൂ. ഓക്കെ, നിന്റെ കയ്യിലുള്ള എക്സസ് ആയിട്ടുള്ള ഫണ്ട് എൻ്റെ കയ്യിൽ പാർക്ക് ചെയ്തോളൂ. ഞാനൊരു ബാങ്ക് അല്ലേ, RBI എന്ന് പറയുന്ന ഞാനൊരു ബാങ്ക് അല്ലേ, വലിയ വലിയ ബാങ്ക് അല്ലേ ഞാൻ, നിങ്ങളുടെയൊക്കെ തലമൂത്ത അപ്പനല്ലേ, നിങ്ങൾ ആ പൈസ ഇവിടെ പാർക്ക് ചെയ്തോളൂ. സോ RBIയുടെ കയ്യിൽ നമ്മളുടെ എക്സസ് ആയിട്ട് വരുന്ന, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എക്സസ് ആയിട്ട് വരുന്ന ഫണ്ട് പാർക്ക് ചെയ്യുന്നതിന് നമ്മൾ RBI ആർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്? ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഡെപ്പോസിറ്റുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് അറ്റ് വിച്ച് ദ RBI ബോറോസ് ഫണ്ട് ഫ്രം ദ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, സോ നോർമലി എക്സസ് ഫണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എവിടെ? RBIയുടെ കയ്യിൽ. ലോങ് പീരീഡിന് വേണ്ടിയിട്ടാണോ? അല്ല, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റിന് RBI കൊടുക്കുന്ന പൈസയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? RBIയുടെ കയ്യിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ വാങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതിന്, അങ്ങടേക്ക് കൊടുക്കുന്നതിന് എന്താ പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയും. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, പാർക്ക് ദ എക്സസ് ഫണ്ട് ഇൻ ദ RBI. ഓക്കെ, when we park the short term excess fund with the RBI, it is called the reverse repo rate. The interest rate in which the RBI give to us is called the reverse repo rate. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ റിപ്പോ റേറ്റുകൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിപ്പോ റേറ്റുകൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് എനിക്ക് ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം വന്നു, നാളത്തേക്ക് എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ RBIയുടെ അടുത്തേക്ക് പോയി. ഞാൻ RBIയുടെ അടുത്തേക്ക് പോയി, RBIനോട് ചോദിച്ചു, എനിക്ക് ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട്, എനിക്ക് റിപ്പോ റേറ്റിൽ എനിക്ക് കുറച്ച് പൈസ തരണം. അപ്പൊ RBI പറഞ്ഞു, ഇന്നലത്തെ റിപ്പോ റേറ്റ് അല്ല, ഇന്ന് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ ഇന്ന് 10% എന്നുള്ളത് ഞാൻ 20% ഇൻക്രീസ് ചെയ്തു. 10% ഒന്നും വരില്ല കേട്ടോ, എക്സാമ്പിൾ ആണ്. 10% നിന്ന് 20% ഇൻക്രീസ് ചെയ്തു. സോ എനിക്ക് കടമെടുക്കാനായിട്ടുള്ള പൈസ കൂടിയില്ലേ? ഞാനൊരു കോമൺ മാൻ ആണ്, ഞാൻ നമ്മളുടെ കാനറ ബാങ്കിലേക്ക് പോവുകയാണ്, എനിക്കൊരു വീട് വെക്കാനായിട്ട് പൈസ വേണം.
ഓക്കെ, ഞാൻ കാനറ ബാങ്കിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുമോ? ഇല്ല, ലോൺ എടുക്കണ്ട, നമ്മൾ ലോൺ എടുക്കാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. സോ ഇനി നോക്കേണ്ട കാര്യം റിപ്പോ റേറ്റ് എവിടെ വെച്ച് കട്ടായി പോയെന്ന് തോന്നുന്നു. ഞാൻ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് പറയുന്നത്. റിപ്പോ റേറ്റുകൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിപ്പോ റേറ്റുകൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്തു, ഞാൻ കൊമേഴ്ഷ്യൽ ബാങ്കാണ്, എനിക്ക് ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് വന്നു, അപ്പൊ ഞാൻ RBI അടുത്ത് പോയിട്ട് പറഞ്ഞു റിപ്പോ റേറ്റിൽ എനിക്ക് ലോൺ തരണം. ഓക്കെ, RBI എന്ത് പറഞ്ഞു? മോനെ, SBI ഇന്നത്തെ റേറ്റിലല്ല, അതായത് ഞാൻ ഇന്നലത്തെ റേറ്റിൽ നിന്ന് ഒരു 10% കൂട്ടി 20%ലാണ് ലോൺ തരുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കാനറ ബാങ്കിൽ പോയിട്ട്, ഞാനൊരു മനുഷ്യനാണ്, എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ വേണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് വെക്കാനായിട്ട് ഒരു ലോൺ വേണം. ഞാൻ കാനറ ബാങ്കിൽ പോയിട്ട് ഞാൻ ലോൺ എടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നലത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഇന്ന് കുറച്ച് കൂടുതലാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ പൈസക്ക് ഞാൻ ലോൺ വാങ്ങിച്ചിട്ട് പോരുമോ? ഇല്ല, ഞാൻ വേറെ ബാങ്കിലേക്ക് പോകും, അല്ലെങ്കിൽ എല്ലാ ബാങ്കുകളിലും അന്വേഷിക്കും. എല്ലാ ബാങ്കിലും കൂടുതലാണെങ്കിൽ ഞാൻ നോക്കും ഇപ്പോൾ ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ. ആവശ്യമില്ലെങ്കിൽ ഞാൻ ലോൺ എടുക്കില്ല. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ചെയ്യും. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ എടുക്കില്ല. റിപ്പോ റേറ്റുകൾക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ലോൺ എടുക്കില്ല. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ എടുക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സാധാരണ ആളുകളിലേക്ക് പണം എത്തില്ല. ഓക്കെ, സാധാരണ ആളുകളിലേക്ക് പണം എത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചപ്പോൾ ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്ന സമയത്ത്, അതായത് പണപ്പെരുപ്പം കൂടി, ആളുകളുടെ കയ്യിലെല്ലാം ഒരുപാട് പണമാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? RBI റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യും. RBI എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യും. റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ എടുക്കില്ല. ലോൺ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളിലേക്ക് എന്ത് പോകില്ല? പൈസ പോകില്ല, അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിക്കില്ല. ഓക്കെ, സാധാരണ ജനങ്ങൾക്ക് പൈസ പോകേണ്ടത് പൈസ പോകില്ല. സോ റിപ്പോ റേറ്റ് ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? റിപ്പോ റേറ്റുകൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് റിവേഴ്സ് റിപ്പോ റേറ്റുകൾ കൂടുമോ കുറയ്ക്കുമോ? റിപ്പോ റേറ്റിന്റെ റിവേഴ്സ് ആണോ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? അല്ല. റിവേഴ്സ് റിപ്പോ റേറ്റുകൾ റിപ്പോ റേറ്റിന്റെ റിവേഴ്സ് പ്രോസസ് അല്ല നടത്തുന്നത്. അത് ആദ്യം മനസ്സിലേക്ക് കയറ്റി വെക്കുക, സംശയങ്ങൾ ഉണ്ടാകരുത്. റിപ്പോ റേറ്റിന്റെ റിവേഴ്സ് പ്രോസസ് അല്ല ചെയ്യുന്നത്. പറഞ്ഞുതരാം. നിങ്ങൾ RBI റിവേഴ്സ് റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്തു, വിച്ച് മീൻസ് ഞാനൊരു ബാങ്കാണ്, SBI ആണ്, ഞാൻ എൻ്റെ എക്സസ് ഫണ്ട് RBI പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, RBI കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. ഞാൻ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചേ നമ്മൾ കാനറ ബാങ്കിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പാളയം സഹകരണ സംഘത്തിലേക്ക് പോകുന്നു. അവർ പറയുകയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇന്നലെ 10% വരുന്നു, പക്ഷെ ഞങ്ങൾ ഇനി മുതൽ 20% പൈസ തരാം, കാനറ ബാങ്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. ഞാനൊരു കാറ് വാങ്ങാനായിട്ട് പോകുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എന്ത് തീരുമാനിച്ചു? ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, ഇപ്പൊ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോ കാറ് വാങ്ങുന്നില്ല, പകരം ഞാൻ ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കും. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യും? സെയിം പ്രോസസ്സ് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യും. നമ്മൾ എക്സസ് ഫണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞു? RBI പറഞ്ഞു, മക്കളെ ഇപ്പോ ഞാൻ ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് ഒന്ന് കൂട്ടി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഓക്കെ, സോ ഇനി വെൻ ആൻ ഇൻഫ്ലേഷൻ കംസ്, ഒരു ഇൻഫ്ലേഷൻ കം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വരികയാണ്, അപ്പോ RBI എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ റേറ്റുകൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റുകൾ ഇൻക്രീസ് ചെയ്യും. റിവേഴ്സ് റിപ്പോ റേറ്റുകൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബാങ്കുകൾ എന്താ ചെയ്യുക? ബാങ്കുകൾക്ക് പുറത്തേക്ക് ലോൺ കൊടുക്കുന്നതിനേക്കാളും നല്ലത് RBIയുടെ കയ്യിൽ ഈ പൈസ നിക്ഷേപിക്കുന്നതല്ലേ? കാരണം അവരുടെ എക്സസ് ഫണ്ട് പാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്, അത് കൂടുതലാണ്. സോ ബാങ്കുകൾ സാധാരണ ആളുകൾക്ക് ലോൺ കൊടുക്കാണ്ട് നമ്മുടെ RBIയിൽ കൊണ്ടുപോയിട്ട് ഇത് നിക്ഷേപിക്കും. സോ ഇൻഫ്ലേഷനെ പിടിച്ച് നിർത്തും. ഓക്കെ, സോ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലേഷനെ കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട്
പറ്റും. ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള 2 മെഷേഴ്സ് ആണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റുകൾ. റിസർവ് റേറ്റുകൾ എല്ലാം ഉയർത്തുക, ക്യാഷ് റിസർവ് ആയിക്കോട്ടെ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിക്കോട്ടെ, ഈ റിസർവ് റേറ്റുകൾ അല്ലെങ്കിൽ റേറ്റുകളെല്ലാം ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ ഡൗൺ ചെയ്യും. ഓക്കെ, സോ ഇൻഫ്ലേഷൻ കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ നാട്ടില് ആളുകളുടെ അടുത്ത് പൈസ ഇല്ലാത്തൊരു സമയമാണ്, അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു. ഓക്കെ, ആളുകളുടെ ഇടയിൽ പൈസ ഇല്ല, ഇൻവെസ്റ്റേഴ്സ് വലിയ വലിയ കമ്പനികൾ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആളുകളുടെ കയ്യിൽ പൈസ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിപ്പോ റേറ്റുകൾ കുറച്ച് വെക്കും. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും നമ്മൾ കുറച്ച് വെക്കും. ഓക്കെ ആണോ? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് രണ്ടും പക്ക ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇതിനു മേലെ ഒരു ചർച്ച വരില്ല, ആ ഒരു രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് പോകണം. ഓക്കെ, സോ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസകൾ ബാങ്കിലൂടെ എത്തും. ഓക്കെ, സോ 2 കാര്യങ്ങൾ പഠിച്ചു. ദെൻ the third one is marginal standing facilities. Okay, marginal standing facilities. Marginal standing facilities is simply റിപ്പോ റേറ്റ്. അതായത് റിപ്പോ റേറ്റ് തന്നെയാണ്. റിപ്പോ റേറ്റിന് എന്താ പ്രത്യേകത? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്തെ, അതായത് എനിക്കൊരു ലിക്വിഡിറ്റി പ്രോബ്ലം വന്നു. അപ്പോൾ ഞാൻ നമ്മളുടെ ആരുടെ അടുത്തേക്ക് പോയി? നമ്മളുടെ റിസർവ് ബാങ്കിന്റെ അടുത്തേക്ക് പോയി. ഓക്കെ, റിസർവ് ബാങ്കിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റിൽ എനിക്ക് ലോൺ തന്നു. റിസർവ് ബാങ്ക് ഒരു ബാങ്ക് ആണോ? റിസർവ് ബാങ്കുകൾ എങ്ങനെയാ ചെയ്യുക? ഒരു കൊളാട്രൽ വാങ്ങിച്ചു വെച്ചിട്ടല്ലേ ബാങ്കുകൾ ലോൺ തരാറുള്ളൂ. റിസർവ് ബാങ്കും സെയിം രീതി തന്നെ പരിഗണിക്കും. ഒരു കൊളാട്രൽ നമ്മൾ കൊടുക്കണം. എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ വേണമെങ്കിൽ ഞാൻ എൻ്റെ വീടിന്റെ ആധാരവും കൊണ്ട് കാനറ ബാങ്കിലേക്ക് പോകണം. അതുപോലെ ഒരു കൊളാട്രലും കൊണ്ട് നമ്മളുടെ SBI, ഞാൻ SBIയുടെ മാനേജർ ആണല്ലോ, അല്ലെങ്കിൽ SBIയുടെ ഓണർ ആണല്ലോ, ഞാൻ റിസർവ് ബാങ്കിന്റെ അടുത്തേക്ക് ഒരു കൊളാട്രലും കൊണ്ടുപോകും. എന്നിട്ട് പറയും എനിക്ക് റിപ്പോ റേറ്റിൽ ലോൺ തരണം. ഏതില്? നമ്മളുടെ റിപ്പോ റേറ്റിൽ. റിപ്പോ റേറ്റിൽ ലോൺ തരുമ്പോൾ ഒരു കൊളാട്രൽ ഉണ്ടാകും. ഓക്കെ, പക്ഷേ എൻ്റെ കയ്യിൽ കൊളാട്രൽ ഒന്നുമില്ല. ഓക്കെ, എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് കൊളാട്രൽ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ വീടില്ല, അല്ലെങ്കിൽ വേറെ സ്ഥാപന ജംഗമ വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ റിസർവ് ബാങ്ക് എന്ത് പറയും? നിനക്ക് ലോൺ ഇല്ല എന്ന് പറയൂ SBIനോട്? ഇല്ല. റിസർവ് ബാങ്ക് പറയും ഞാൻ നിനക്ക് കൊളാട്രൽ ഒന്നും ഇല്ലാണ്ട് ലോൺ തരാം. ഓവർനൈറ്റിന് വേണ്ടിയിട്ടല്ലേ? ചെറിയ പ്രോബ്ലം അല്ലേ നിനക്കുള്ളൂ? വലിയ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, ചെറിയ പ്രോബ്ലം അല്ലേ നിനക്കുള്ളൂ? ഞാൻ നിനക്ക് കൊളാട്രൽ ഒന്നും ഇല്ലാണ്ട് നിനക്ക് ലോൺ തരാം. ഓക്കെ, സോ ദ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മളുടെ റിസർവ് എന്താണ്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലോൺ തരുന്നതാണ്. എങ്ങനെ? കൊളാട്രൽ, വിത്തൗട്ട് കൊളാട്രൽ ആയിട്ട് നമുക്ക് ലോൺ തരുന്നതിനെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം, റിപ്പോ റേറ്റ് ആയിരിക്കുമോ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആയിരിക്കുമോ റേറ്റ് വൈസ് കൂടുതലായിട്ടുള്ളത്? എന്താണ് കാരണവും വേണം, ഏതാണ് ഉത്തരവും വേണം. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആണോ, റിവേഴ്സ് റിപ്പോ റേറ്റ്? റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ല, റിപ്പോ റേറ്റ്, മാറിപ്പോകരുത്. റിപ്പോ റേറ്റ് ആണോ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആണോ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്? കാരണം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനറ ബാങ്കിന്റെ എക്സാമ്പിളിലേക്ക് വരൂ. ഞാൻ കാനറ ബാങ്കിലെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി പോകുന്നു. മാത്യുവിനൊരു എഡ്യൂക്കേഷൻ ലോൺ വേണം. എൻ്റെ കയ്യിൽ കൊളാട്രൽ ഉണ്ട്, എനിക്ക് അവർ ലോൺ തരില്ലേ? എൻ്റെ കയ്യിൽ കൊളാട്രൽ ഇല്ല. സോ എൻ്റെ കയ്യിൽ കൊളാട്രൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ലോൺ തരാം, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഞാൻ പറ്റിച്ചുകൊണ്ട് പോകുമോ ഇല്ലയോ എന്ന് അവർക്ക് അറിയില്ല. അത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ടായിരിക്കും അവർ തരുന്നത്. മനസ്സിലായോ? ഈ സിസ്റ്റം തന്നെ ആരും ഫോളോ ചെയ്യും? റിസർവ് ബാങ്കും ഫോളോ ചെയ്യും. കാരണം അറ്റ് ദ ലാസ്റ്റ് റിസർവ് ബാങ്ക് ഒരു ബാങ്ക് അല്ലേ, അവർക്കും ജീവിക്കണ്ടേ? റിസർവ് ബാങ്ക് SBIനോട് പറയും നമ്മൾക്കും ജീവിക്കണ്ടേ? ഞാൻ നീയൊക്കെ വല്ല പറ്റിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, കൊളാട്രൽ പോലും തരാണ്ടാണ് ഞാൻ നിനക്ക് ലോൺ തരുന്നത്, നീയൊക്കെ വല്ല പറ്റിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് ഈ പൈസ ഈടാക്കും? സോ കൊളാട്രൽ ഇല്ലാത്ത സമയത്ത് ഞാൻ റേറ്റ് കൂട്ടിയായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. സോ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആയിരിക്കും റിപ്പോ റേറ്റിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുക. ഓക്കെ, ദെൻ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റീസ്. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി റിവേഴ്സ് റിപ്പോയാണ്. ഓക്കെ, സിംപ്ലി റിവേഴ്സ് റിപ്പോയാണ്. ഓക്കെ, സിംപ്ലി റിവേഴ്സ് റിപ്പോ വിത്തൗട്ട് കൊളാട്രൽ. ഓക്കെ,
കൊളാട്രൽ, അതായത് കൊളാട്രൽ ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ എക്സസ് ഫണ്ടുകൾ അവിടെ പാർക്ക് ചെയ്യുന്നു. എവിടെ പാർക്ക് ചെയ്യുന്നു? നമ്മളുടെ RBIയുടെ അടുത്ത് എക്സസ് ഫണ്ടുകൾ കൊളാട്രൽ ഇല്ലാണ്ട് നമ്മൾ പാർക്ക് ചെയ്യുന്നു. സിംപ്ലി റിവേഴ്സ് റിപ്പോവിന്റെ ഓപ്പോസിറ്റ് ആണ്. റിവേഴ്സ് റിപ്പോവിന്റെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംപ്ലി റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ് വിത്തൗട്ട് കൊളാട്രൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ 4 റേറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇൻഫ്ലേഷനെ കർബ് ചെയ്യാനായിട്ട് പറ്റും. ഈ 4 റേറ്റും കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മണി എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആളുകളുടെ അടുത്തേക്ക് മണി എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇതിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കുക. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4% ആയിരിക്കും. ഓൾമോസ്റ്റ് 4%. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18% ആയിരിക്കും. കാരണം നമ്മളുടെ കയ്യിൽ വെച്ചാൽ മതി, അത് ക്യാഷിൽ തന്നെ വെക്കണമെന്നില്ല. ഗോൾഡിൽ വെക്കാം, അല്ലെങ്കിൽ വേറെ എന്തിൽ വെക്കാം? ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ വെക്കാം. ഓക്കെ, ദെൻ റിപ്പോ റേറ്റ്. നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന്, നമുക്ക് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് ആര് ലോൺ തരുന്നു? RBI ലോൺ തരികയാണ്. ദെൻ റിവേഴ്സ് റിപ്പോ റേറ്റ്, അതായത് നമ്മളുടെ എക്സസ് ഫണ്ട് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുകയാണ്, നമ്മളുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇത് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പാർക്ക് ചെയ്തതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, ആ പാർക്ക് ചെയ്തതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഡെപ്പോസിറ്റിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ദെൻ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റീസ്, റിപ്പോ റേറ്റ് വിത്തൗട്ട് കൊളാട്രൽ. ഇവിടെ നോക്കി, റിപ്പോ റേറ്റിനേക്കാളും കൂടുതലല്ലേ? 0.25% കൂടുതലല്ലേ അല്ലേ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി വന്നിരിക്കുന്നേ? അതെ. ദെൻ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റീസ്. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റീസ് എത്രയാണ്? 5.2% അടുത്തായിരിക്കും സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി വരുന്നത്. സോ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്, ഇതിൽ നിങ്ങൾ ക്യാഷ് റിസർവ് റേഷ്യോ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും, റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും കേട്ടിട്ടുണ്ടാവും, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിയും പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം. സോ പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മളുടെ എക്കോണമി ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് എടുക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഇവിടെ എന്താ പ്രശ്നം? നമ്മളുടെ റിസർവ് റേറ്റ്, നമ്മൾ ചർച്ചകളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്താ ന്യൂസ് എന്നുള്ളതിലേക്ക് ഇപ്പോഴാണ് വരുന്നത്. നമ്മളുടെ റിപ്പോ റേറ്റുകൾ സ്റ്റേബിൾ ആയിട്ട് തന്നെ വെക്കുകയാണ്. ഓക്കെ, റിപ്പോ റേറ്റുകൾ സ്റ്റേബിൾ ആയിട്ട് തന്നെ വെക്കുകയാണ്. എന്ത് കാരണം കൊണ്ട്? എന്താ കാരണം? നമ്മളുടെ ഇൻഫ്ലേഷൻസ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ നമ്മളുടെ ടാരിഫുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. 50% താരിഫ് അടിച്ചു തന്നിരിക്കുകയാണല്ലോ. എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മളുടെ തൊഴിലിനെ തന്നെ ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എക്സ്പോർട്ടിനെ അത്രമേൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളുടെ റിപ്പോ റേറ്റുകൾ എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? ആ ഒരു സ്റ്റേജിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, കട്ട് ചെയ്യുന്നില്ല. മനസ്സിലായോ? ടോട്ടൽ മോണിറ്ററി പോളിസി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ? 6 ഇൻസ്ട്രുമെന്റ്, മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻസ്ട്രുമെന്റുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തി മൊത്തം നടത്തുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് മാർജിൻ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിനേക്കാളും കുറവാണ്. അതെന്താ അങ്ങനെ? അതായത് നമ്മളുടെ ലോജിക്ക്, റിപ്പോ റേറ്റിലും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയിലും ഇയാൾ വലിയ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് എത്രയാണെന്ന് പറഞ്ഞു? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആയിരിക്കും കൂടുതൽ എന്ന് വലിയ ഡയലോഗ് ഡിസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. പക്ഷേ ഈ റിവേഴ്സ് റിപ്പോ റേറ്റിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല കിടക്കുന്നത്. കാരണം സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ആണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഓക്കെ, അതെന്താ അങ്ങനത്തെ ഒരു കാരണം? അതായത് നമ്മൾ ഈ റിവേഴ്സ് റിപ്പോ റേറ്റിനെ എന്താ എക്സാമ്പിൾ പറഞ്ഞേ? നമ്മളുടെ കയ്യിലുള്ള എക്സസ് ഫണ്ട് നമ്മൾ ആരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുന്നു? നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുന്നു. അതിന് മറ്റൊരു ഡയമെൻഷൻ കൂടി ഇല്ലേ? അതായത് whenever the reserve bank needs money, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് നീഡ്സ് മണി,
ദ റിസർവ് ബാങ്ക് ടേക്ക് എ ലോൺ ഫ്രം ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് റിസർവ് ബാങ്ക് ലോൺ എടുക്കുന്നത് പോലെ ആയില്ലേ? ആയോ? റിസർവ് ബാങ്ക് നമ്മളുടെ എക്സസ് മണി ആർക്ക് കൊടുക്കുന്നു? സാധാരണക്കാർക്ക് കൊടുക്കുന്നു. ഞാനൊരു SBI ആണ്. ഞാൻ എൻ്റെ എക്സസ് മണി ആരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു? സാധാരണക്കാർക്ക് ലോൺ കൊടുക്കുന്നു. ഇപ്രാവശ്യം ഞാൻ സാധാരണക്കാരൻ എന്നുള്ളത് മാറ്റി പിടിച്ചിട്ട് നമ്മൾ റിസർവ് ബാങ്ക് എന്നുള്ളതാക്കി. നമ്മൾ എക്സസ് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലിറ്ററലി മീനിങ്ങിൽ എന്ത് വരും? നമ്മളുടെ പൈസ, നമ്മളുടെ കാശ്, SBIയുടെ കാശ് ആർക്ക് ലോൺ കൊടുക്കുന്നു? റിസർവ് ബാങ്കിന് ലോൺ കൊടുക്കുന്നു. സോ ഈ പ്രോസസ്സ് സെയിം തന്നെയാണ്. നമ്മൾ ലോൺ കൊടുക്കുന്നു, റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അവരിങ്ങടേക്ക് ലോൺ കൊടുക്കുന്നു. ഓക്കെ, സോ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സസ് ഫണ്ട് പാർക്ക് ചെയ്യുന്നതിനെയാണ്. ഓക്കെ, അതിന് മറ്റൊരു മീനിങ് കൂടിയില്ലേ? എന്താ മീനിങ്? നമ്മൾ അവിടെ എക്സസ് ഫണ്ട് റിസർവ് ബാങ്കിൽ പാർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർവ് ബാങ്കിന് കടം കൊടുത്തതുപോലെ ആയോ? ആയി. കാനറ ബാങ്കിലേക്ക് വരൂ. കാനറ ബാങ്കിന്റെ നമ്മളുടെ ലെയ്മാനിന്റെ എക്സാമ്പിൾ. ഞാൻ കൊണ്ടുപോയി 10 ലക്ഷം രൂപ എനിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഞാൻ എൻ്റെ കാനറ ബാങ്കിലെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇട്ടു. ഞാൻ കാനറ ബാങ്കിന് ലോൺ കൊടുക്കുന്നത് പോലെ ആയോ? ആയി. അതുകൊണ്ടാണ് ബാങ്കിന്റെ ലയബിലിറ്റിയിലാണ് എന്ത് വരുന്നേ? ഡെപ്പോസിറ്റുകൾ വരുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ എന്താണ്? ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ബാങ്കിന്റെ ലയബിലിറ്റി ആണല്ലോ. അതെങ്ങനെയാ ബാങ്കിന്റെ, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിന്റെ ലയബിലിറ്റി ആവുന്നത്? ബാങ്ക് എനിക്ക് തിരിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. ലിറ്ററലി ഞാൻ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ ബാങ്കിൽ ലോൺ കൊടുത്തതുപോലെയാണ്. അപ്പോ എന്റെ SBI, ഇനിയിപ്പോ ഞാൻ SBI ആയി, ലെയ്മാനിൽ നിന്ന് ഞാൻ SBI ആയി. SBI എക്സസ് ഫണ്ട് RBIയിൽ പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBI RBIക്ക് ലോൺ കൊടുത്തതുപോലെയാണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയോ? കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക. കുറച്ച് കട്ടിയുള്ള പോർഷൻസ് ആണ്. ഒരു ക്ലാസ്സിൽ 4 to 5 hours എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനൊരു 40 minutes നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ഈ കാര്യം പറയാണ്ട് പോകരുത് എന്നുണ്ട്. കാരണം ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ക്ലാസ്സിൽ ഇത് പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പേരുകളൊന്നും കേൾക്കാണ്ട് പോകരുത്. ഓക്കെ, അതുകൊണ്ട് മാത്രം എനിക്ക് ഈ പേരുകൾ നിങ്ങൾ കേൾക്കണം. ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിലേക്ക് കയറിക്കൊള്ളണം എന്ന് ഞാൻ വാശി പിടിക്കില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ സാധനമായിട്ട് ഫെമിലിയർ ആവുക എന്ന് പറയില്ലേ? അതായത് ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു സ്കീമിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ പോകണം. ഓക്കെ, അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കിയിട്ട് ഈ ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ എന്ത് പറഞ്ഞു? മാർജിൻ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് ലോൺ കൊടുത്തതുപോലെയാണ്. ഓക്കെ, സോ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് കൊളാട്രൽ ഇല്ലാണ്ട് ലോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് കുറവിലായിരിക്കോ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവിലായിരിക്കും ലോൺ കൊടുക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു ബാങ്ക് അല്ലേ? ഒരു ലോൺ കൊടുക്കേണ്ട അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ അവർ ചാർജ് ചെയ്യത്തുള്ളൂ. സോ സെയിം പ്രോസസ്സ് ഇവിടെയും സംഭവിക്കും. RBI കൊളാട്രൽ ഇല്ലാണ്ടാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? നമ്മൾ ലോൺ കൊടുക്കാൻ പോകുന്നത്. സോ RBIനെ നമ്മൾ വിശ്വസിക്കൂ. വലിയ ബാങ്ക് അല്ലേ, ബാങ്കുകളുടെ ബാങ്ക് അല്ലേ, ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾ കുറഞ്ഞ പൈസക്ക് തരാൻ മതി എന്ന് പറയോ? അങ്ങനെയല്ല ബിസിനസ് വർക്ക് ചെയ്യുന്നത്. അച്ഛനായാലും നമ്പരുത് എന്നുള്ളതാണ് ബിസിനസ്സിലെ റൂള്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു റൂള് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു റൂള് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ RBIയുടെ റൂള് എന്തായാലും അതാണ്. ബാങ്കേഴ്സിന്റെ ബാങ്ക് ആയാലും ഞങ്ങൾ നമ്പില്ല. ഞങ്ങൾ 5.25% ഇൻട്രസ്റ്റ് അടിക്കും. ഓക്കെ, സോ ഇത് മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 1, 2, 3, 4, 5, 6 ഈ 6 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 6 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഹ്യൂജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഹ്യൂജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലേക്ക് വരും. സോ 6 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യു ക്ലിയർ ദ എക്കോണമി പാർട്ട്. ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ള എക്കോണമി പാർട്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. വളരെ ദീർഘമായിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. പലരുടെയും കണ്ണൊക്കെ തള്ളിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്കോണമിക്സ് എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ കാണുന്ന എക്സാമ്പിളുകളിലൂടെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് എക്കണോമിക്സ് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ.
ഓക്കെ. റിപ്പോ റേറ്റുകൾ കൂടുന്നു. എപ്പോഴാണ് റിപ്പോ റേറ്റുകൾ കുറച്ചത്? അതായത് ഒരു ക്രൈസിസ് വന്നു, COVID-19 വന്നു. COVID-19 വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? COVID-19 വന്നപ്പോൾ നമ്മളുടെ റിപ്പോ റേറ്റുകൾ കുറച്ചു. കാരണം എന്താണ്? ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല. നിർമ്മലാ സീതാരാമൻ വന്നിട്ട് എന്ത് പറഞ്ഞു? ആത്മനിർഭർ ഭാരത്, ഞങ്ങൾ റേറ്റുകളൊക്കെ കുറക്കുകയാണ്, ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്, റേറ്റ് കുറച്ചു, ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്തിച്ചു. പൈസ എത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻഫ്ലേഷൻസ് കൂടി, ആളുകളുടെ കയ്യിൽ പണം വന്നു, പണം പെരുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റിപ്പോ റേറ്റുകൾ നമ്മൾ കൂട്ടിവെച്ചു. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഓക്കെ. സോ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. നമ്മളെ ചുറ്റുമുള്ള കാണുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. നമുക്കിനി വേറെ ടോപ്പിക്കിലേക്ക് പോകാം. അതവിടെ കഴിഞ്ഞു. വേറെ ടോപ്പിക്കിലേക്ക് പോകാം. ദ പാരീസ് അഗ്രിമെന്റ് ആൻഡ് ദ ICJ ക്ലൈമറ്റ് ചേഞ്ച് ഒബ്ലിഗേഷൻസ്. ഓർക്കുന്നുണ്ടോ? ഈ ഒരു ന്യൂസ് വായിച്ചപ്പോൾ, നിങ്ങൾ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ സന്തോഷമായോ? നിങ്ങളുടെ മുഖത്ത് സന്തോഷം വന്നു? അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ന്യൂസ് ആണ്. കഴിഞ്ഞ ദിവസം ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ആണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിന് ആധാരം. അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അത് ലീഗലാക്കി. ഓർക്കുന്നുണ്ടോ ആ ക്ലാസ് പറഞ്ഞത്? ഞാൻ എവിടെ തുടങ്ങിയാ പറഞ്ഞ, ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പോവാം. റിവൈസ് ചെയ്യാം, ദെൻ അതിനുശേഷമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. അതായത് നമ്മളുടെ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിലെ എന്താണ് എഫേർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയായിരുന്നു നമ്മളുടെ. ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാരഗ്രാഫൊക്കെ, ഈ ഒരു 3rd പാരഗ്രാഫിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറന്റ് അഫയേഴ്സിൽ വിജയിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ കറന്റ് അഫയേഴ്സിൽ വിജയിച്ചു. 100% എഴുതിയിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ യു വോൺ ഹാഫ് ദ വേ യു ആർ. ഇനി നമ്മൾ കറന്റ് അഫയേഴ്സിൽ നിങ്ങൾ പകുതി പിന്നിട്ട് കഴിഞ്ഞു. അത് നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് കിട്ടാത്ത കറന്റ് അഫയേഴ്സുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ടെസ്റ്റ് സീരീസുകളിലൂടെയും ക്വസ്റ്റ്യൻ ആൻസറുകളിലൂടെയൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. സോ നമ്മളിവിടെ ബിൽഡ് ചെയ്ത ബേസിന്റെ ഒരു റിവിഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചോദ്യ ഉത്തരമാണ് ഇവിടെ വരുന്നത്. ഓക്കെ. സോ ഞാനൊന്ന് മറന്നുപോയവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞു പോകാം. നമ്മളുടെ എഫേർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെഷനിലാണ് എന്ത് പറയുന്നത്, ഈ ഒരു പാരീസ് എഗ്രിമെന്റിനെ കുറിച്ചിട്ടും ഇന്റർനാഷണൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒബ്ലിഗേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കൊരു ഹിസ്റ്ററിയാണ് പറയുന്നത്. നമുക്കൊരു ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് 1950 കാലഘട്ടങ്ങളിലൂടെയാണ്. ലോകം 1950 കാലഘട്ടങ്ങളിലാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷേ ഒരു ഓർഗനൈസേഷൻ, എഫക്റ്റീവ്ലി ഒരു ഓർഗനൈസേഷൻ വരുന്നത് 1972 ഓക്കെ. 72 സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള സ്റ്റോക്ക്ഹോം കൺവെൻഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ്, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ എൻവിറോൺമെന്റ് കോൺഫറൻസ് നടക്കുന്നത്. ഓക്കെ. ജൂൺ 5 നടക്കുന്നത്. അതുകൊണ്ടാണ് പരിസ്ഥിതി ദിനം അന്ന് വന്നത്. ഇതൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്? ഈ കഥയൊക്കെ പറഞ്ഞത് ഇല്ലെങ്കിലും ഒന്നുകൂടി പറയാം, ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് പറയാം. ദെൻ മേജർ ഒരു ചേഞ്ച് വരുന്നത്, ഇതിനിടയിൽ പല സംഘടനകളും വന്നു, പല കോൺഫറൻസുകളും നടന്നു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, ലോകത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ചേഞ്ച് വരുന്നത് എവിടെയാണ്? 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്നിട്ടുള്ള റയോ ഏർത്ത് സമ്മിറ്റിലാണ് എന്ത് വരുന്നത്? മറ്റൊരു ചേഞ്ച് വരുന്നത് 1992. ഇവിടെ 3 ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷനുകൾ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ. 2 കാര്യങ്ങൾ സംഭവിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം, 3 ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷനുകൾ നമ്മൾ ഫോം ചെയ്തു. ഒന്നാമത്തത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. രണ്ടാമത്തെ കാര്യം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ. ഓക്കെ. യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻസ് ഓൺ കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ. ഓക്കെ. UNCCD. യുണൈറ്റഡ് നേഷൻസ് മൂന്നാമത്തെ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഫോർ ബയോഡൈവേഴ്സിറ്റി, CBD, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി. അങ്ങനെ ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടും ഡെസേർട്ടിഫിക്കേഷൻ തടയുന്നതിന് വേണ്ടിയിട്ടും 3 ഓർഗനൈസേഷനുകൾ
നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, യുണൈറ്റഡ് നേഷൻസ് FCCC. ഞാൻ അന്ന് പറഞ്ഞു 165ഓളം മെമ്പേഴ്സ് ആണ് ആദ്യം ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ സൈൻ ചെയ്യുന്ന മെമ്പേഴ്സ് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബൈൻഡിങ് ആണ്, അവർ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എന്നിട്ട് ഇവർ മറ്റൊരു കാര്യം കൂടി തീരുമാനിച്ചു. എല്ലാ വർഷവും ഈ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷന് വേണ്ടിയിട്ട് എല്ലാ വർഷവും കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ ഒത്തുചേരും. അതിനെ എന്ത് പേരിട്ട് വിളിക്കും? കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, COP, കോൺഫറൻസ് ഓഫ് പാർട്ടി. അപ്പോൾ 1992 പറഞ്ഞു, 94 മുതൽ എല്ലാ വർഷവും കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കാൻ തുടങ്ങി. ഓക്കെ, ഈ സംഘടനകൾ മാത്രം രൂപീകരിക്കുകയാണോ അവിടെ ചെയ്തത്? എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നിലപാട് എടുക്കണ്ടേ? എടുത്തു അവര്. എന്താ അവര് പറഞ്ഞു? പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ. അവർ പറഞ്ഞ ആദ്യത്തെ കാരണമാണ് പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ. ആരാണോ പരിസ്ഥിതിയെ പൊല്യൂട്ട് ചെയ്യുന്നത് അവര് അതിന് പേ ചെയ്യാൻ, കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാവണം. ഞാൻ കേരളത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു, പ്ലാച്ചിമട ദുരന്തം അല്ലെങ്കിൽ പ്ലാച്ചിമട കൊക്കക്കോള സമരം. അവിടെ എന്താ ചെയ്തേ? ഈ പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാനായിട്ട് തയ്യാറായത്. രണ്ടാമത്തെ കാര്യം പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ മാത്രമല്ല, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്താണ്? അതായത് ലോകരാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഹിസ്റ്റോറിക്കലി ഒരുപാട് പൊല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 1600 മുതൽ UK ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്തൊരു കൺട്രിയാണ്. സോ 1992 ആയപ്പോഴേക്കും എത്ര, ഏകദേശം 3 നൂറ്റാണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പൊല്യൂട്ടൻസ് UK പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ആണെങ്കിൽ 1970-80 കാലഘട്ടങ്ങളിലെ ഇൻഡസ്ട്രിയൊക്കെ പുരോഗമിച്ച് വരുന്നുള്ളൂ. സോ രണ്ടുപേർക്കും ഒരേ നീതി ആകരുത്, അല്ലെങ്കിൽ രണ്ടുപേരെയും ഈക്വലി ട്രീറ്റ് ചെയ്യരുത്. അത് ഇൻഈക്വാലിറ്റി ആണ്. കൂടുതൽ പൊല്യൂട്ട് ചെയ്ത ആളുകൾ അതിന്റെ കോസുകൾ അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. സോ കോമൺ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ പറഞ്ഞത്? ദെൻ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. ദെൻ അജണ്ട 21 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം കൂടി, അതായത് 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മൾ 21ാം നൂറ്റാണ്ടിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ അജണ്ട 21 എന്ന് പറഞ്ഞൊരു ഫോമാറ്റിൽ അല്ലെങ്കിൽ അജണ്ട 21 എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ദെൻ ഈ COP 1997 ക്യോട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തു. ക്യോട്ടോ പ്രോട്ടോകോൾ, ഫേമസ്ലി ദ ക്യോട്ടോ പ്രോട്ടോകോൾ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതി വെക്കുക കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ എഴുതി വെക്കുക. ഇതിന്റെ സ്ലൈഡ് നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റിവൈസ് ചെയ്യുക മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ഓരോ വർഷവും കൂടുന്ന ഈ COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അവിടെ എന്ത് ചെയ്തു? നമ്മൾ 2 കാര്യങ്ങൾ, കാർബൺ ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്തു? കാർബൺ ട്രേഡിംഗ് മെക്കാനിസം. ദെൻ കാർബൺ ട്രേഡിംഗ് അല്ലെങ്കിൽ കാർബൺ ക്യാപ്പിംഗ് നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബൺ ട്രേഡിങ്ങിനുള്ള മെക്കാനിസം. ദെൻ വേറൊരു മെക്കാനിസം കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അതായത് ഏതെങ്കിലും ഒരു കൺട്രി കാർബൺ ക്യാപ്പിംഗ് അല്ലെങ്കിൽ കാർബൺ, ഒരു രാജ്യത്തിന് പുറന്തള്ളാൻ പറ്റുന്ന കാർബണിന്റെ അളവിൽ കൂടുതൽ പുറന്തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവര് വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയിട്ട്, ഫോർ എക്സാമ്പിൾ UK അവരുടെ കാർബൺ ക്യാപ്പിങ്ങിനേക്കാളും കൂടുതലായിട്ടുള്ള കാർബൺ എമിറ്റ് ചെയ്തു. അവര് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ക്ലീൻ ഡെവലപ്മെന്റ്, അതായത് അവരൊരു ഡെവലപ്മെന്റ് മോഡല്, ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഫോം ചെയ്യണം. അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു മോഡലിലുള്ള ഒരു ഡെവലപ്മെന്റ് മെക്കാനിസം ആയിരിക്കണം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കാർബൺ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടാക്കി ക്യോട്ടോ പ്രോട്ടോകോളിൽ. ദെൻ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, മറന്നു പോകരുത്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റൂ. ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയാൽ പ്രോട്ടോകോൾ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, നമ്മളുടെ റിയോ എർത്ത് സമ്മിറ്റ്. ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് ശരി. ഓക്കെ, സോ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ദെൻ വീണ്ടും ഓരോ വർഷവും
ഓരോ വർഷവും ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇങ്ങനെ നടന്നുകൊണ്ട് വന്നു. ഓക്കെ, ദെൻ മേജർ ചേഞ്ച് വരുന്നത് 2015 കോൺഫറൻസ് ഓഫ് പാർട്ടി 21 21ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടിയിലാണ്. ഇത് എവിടെയാണ് നടന്നത്? ഫ്രാൻസിലെ പാരീസിലാണ് ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നത്. ഇവിടെ എന്താ ചെയ്തേ? ഇവിടെ ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഒരുപാട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി 2 ഡിഗ്രിയിൽ കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുപോകാനായിട്ട് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. എത്ര ഡിഗ്രി? 2 ഡിഗ്രിയിൽ കൂടുതൽ കൊണ്ടുപോകാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോ ഐലൻഡ് നേഷൻസ് വന്നിട്ട് പറഞ്ഞു, മക്കളെ 2 ഡിഗ്രി എന്നൊക്കെ പറയല്ലേ, 1.5 ഡിഗ്രി ആയി കഴിയുമ്പോഴേക്കും നമ്മൾ മുങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ 2 ഡിഗ്രി, അപ്പോൾ നമ്മളുടെ ഡെവലപ്മെന്റ് കൺട്രീസ് പറഞ്ഞു 2 ഡിഗ്രിയിൽ 1.5 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും. നമുക്ക് സാധനങ്ങൾക്ക് വിൽക്കണ്ടേ, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? നമ്മൾ അത്രയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ 2 ഡിഗ്രി അപ്പൊ എന്ത് പറഞ്ഞു? മിനിമം പാരീസ് അഗ്രിമെന്റ് ഒരു തീരുമാനം എടുത്തു. 2 ഡിഗ്രിയിൽ കൂടാൻ ഒരിക്കലും പാടില്ല. നമ്മളെല്ലാവരും കൂടിയിട്ട് 1.5 ഡിഗ്രിയിൽ കൂടാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. 2 ഡിഗ്രിയിൽ ഒരിക്കലും കൂടാൻ പാടില്ല. 1.5 ഡിഗ്രിയിൽ കൂടാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ കാര്യം പാരീസ് അഗ്രിമെന്റിൽ പറഞ്ഞത്. ദെൻ പുതിയൊരു കാര്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പാരീസ് അഗ്രിമെന്റിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്കസ് ചെയ്തു. ഇത് ഇന്നത്തെ ക്ലാസ്സിലാണ് പുതുതായിട്ട് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. അതായത് ഒരു രാജ്യത്തിന് നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ എഴുതി തരണം. ഓരോ രാജ്യവും 165 രാജ്യങ്ങൾ അടങ്ങുന്ന ഓരോ രാജ്യവും നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എഴുതി തരണം. നിങ്ങൾ വാഗൊണ്ട് പറയുന്നതൊക്കെ ഞങ്ങൾ കണ്ടു, ഒരു പരിപാടി നടക്കുന്നില്ല, ഗ്ലോബൽ വാർമിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനി എഴുതി തരണമെന്ന് ആര് പറഞ്ഞു? പാരീസ് അഗ്രിമെന്റിൽ വെച്ചിട്ട് പറഞ്ഞു. അതിനെ എന്താ വിളിക്കുക? നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, സോ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ദെൻ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോളിൽ 97 എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അതിവിടെ എഴുതിയിട്ടില്ല, എഴുതി ചേർക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പൊ എന്തൊക്കെയാണ്? 2 ഡിഗ്രിയിൽ ഒരിക്കലും കൂടാൻ പാടില്ല. 1.5 ഡിഗ്രിയിൽ കുറയാനായിട്ടുള്ള 1.5 ഡിഗ്രി ലിമിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. ദെൻ രണ്ടാമത്തെ കാര്യം നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. ദെൻ മൂന്നാമത്തെ കാര്യം ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം. ഓക്കെ, ദെൻ എനിക്ക് പറയാനുള്ളത് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഓരോ രാജ്യങ്ങൾ പറയണം. ഓക്കെ, വെറുതെ പറഞ്ഞാൽ മതിയോ? ഇതിനെന്തെങ്കിലും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് തരണം. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യാതിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പെനാൽറ്റി ഒന്നും അടിക്കില്ല. പക്ഷേ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളിത് ഈ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക്. ഓക്കെ ആണല്ലോ. നാഷണലി ഡിറ്റർമൈൻഡ് ടാർഗറ്റുകൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്, INDC എന്നാണ് പറയാം. ഓക്കെ, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എഴുതി തരണം. ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കൂടുമ്പോൾ നിങ്ങൾ ചെയ്തില്ലല്ലോ, എന്താണ് നിങ്ങൾ ചെയ്യാതിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെതിരെ ജസ്റ്റ് ഒന്ന് പറയും, നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയും. ഓക്കെ, സോ ഒരു രാജ്യം ക്ലൈമറ്റ് ചേഞ്ചിനുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഗ്ലോബൽ ഫോറങ്ങളിൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയല്ലേ? സോ അവരുടെ ഒരു മുഖച്ഛായയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നിങ്ങൾ നടത്തും എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഓരോ പ്രാവശ്യവും ഈ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ടാർഗറ്റുകൾ ഉണ്ടല്ലോ, ഈ ടാർഗറ്റുകൾ ഒരിക്കലും പിന്നോട്ടേക്ക് പോകാൻ പാടില്ല. അതായത് ഇന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്ക് ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ കാർബൺ ഇത്ര ശതമാനം നമ്മൾ കുറയ്ക്കും. ഇനി അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകരുത്, മുന്നോട്ട് പോകുന്ന ഒരു പ്ലാൻ ആയിരിക്കണം
നെക്സ്റ്റ് ഇയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇന്ന് 7% കുറയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് 6% കുറയ്ക്കുള്ളൂ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അടുത്തത് ഒരു 10% അല്ലെങ്കിൽ 7.2% എന്നേ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ആ മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് റാച്ചറ്റ് മെക്കാനിസം അല്ലെങ്കിൽ റാച്ചറ്റ് മെക്കാനിസം. ഓക്കെ, എഴുതി വെക്കുക. അതും ഞാനിവിടെ എഴുതിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. റാച്ചറ്റ് മെക്കാനിസം ഞാനിപ്പോൾ ഓർത്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം പറയുന്നത്. ഞാൻ നമ്മളുടെ സ്ലൈഡിൽ കീപ്പ് ചെയ്യാനായിട്ട് വിട്ടുപോയി. റാച്ചറ്റ് മെക്കാനിസം. ഓക്കെ, എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നൂടെ? റാച്ചറ്റ് മെക്കാനിസം ഈസ് റിലേറ്റഡ് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? റാച്ചറ്റ് മെക്കാനിസം എന്ന് കേട്ടുമ്പോൾ ഒരു മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ UPSC തരും. അല്ലെങ്കിൽ അമോണിയ ഹെയ്ബർ പ്രോസസ് അല്ലെങ്കിൽ അമോണിയ ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്. ദെൻ എന്താണ്, ദെൻ അടുത്ത ഓപ്ഷൻ ചിലപ്പോൾ തരുന്നത് ബ്ലാക്ക് ഹോൾ, ദ ന്യൂലി ഐഡന്റിഫൈഡ് ബ്ലാക്ക് ഹോൾ ഐഡന്റിഫിക്കേഷൻ മെക്കാനിസം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ടാർഗറ്റ് അച്ചീവിംഗ് മെക്കാനിസം. ദെൻ വേറെ ഒരു ഓപ്ഷൻ എന്താ കൊടുക്കുക? ദെൻ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കും. അതിലേതാണ്? ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടാണ് ഈ റാച്ചറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. എന്താണ് റാച്ചറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്? അപ്പൊ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലാണ്ട് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് പഠിച്ചു. ഓക്കെ, ദെൻ ക്ലൈമറ്റ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്നുള്ളത് എന്താക്കി മാറ്റി? പാരീസ് എഗ്രിമെന്റിലെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്നുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം എന്നുള്ളതാക്കി മാറ്റി. ദെൻ ഈ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് കോൺട്രിബ്യൂഷൻസ് ടാർഗറ്റുകൾ മാത്രം വെച്ച് പോയാൽ പോരാ. ഇനി ഞങ്ങൾ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എടുക്കും. 2023 ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എടുത്തത് ആദ്യമായിട്ട്. ദെൻ നമ്മളുടെ റാച്ചറ്റ് മെക്കാനിസം 4 കാര്യങ്ങൾ പഠിച്ചോ? എക്കോളജി ടേമുകൾ 4 കാര്യങ്ങൾ പഠിച്ചു. ദെൻ ഈ പെർട്ടിക്കുലർ കേസുകളിലേക്ക് വരാം. ICGA എന്താ ചെയ്തത്? ICGA കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉത്തരവില് ഈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് മെക്കാനിസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് ഹിസ്റ്റോറിക്കൽ എമിഷൻസിന് ഓരോ കൺട്രിയും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ICJ പറഞ്ഞത്. ഓക്കെ, ICJ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ എമിഷന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടാർഗറ്റ് എല്ലാവരും അച്ചീവ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. 2015 ഞാൻ പറഞ്ഞു 2 ഡിഗ്രി വരെ ഒരിക്കലും 2 ഡിഗ്രിയിൽ കൂടുതൽ ഒരിക്കലും പോകാൻ പാടില്ല. 1.5 ഡിഗ്രിയിൽ കൂടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യും. ICJ പറഞ്ഞു വലിയ ശ്രമങ്ങളൊന്നുമില്ല, എന്ത് കാരണം പറഞ്ഞാലും 1.5 ഡിഗ്രിയിൽ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടാനായിട്ട് പാടില്ല. ഓക്കെ, സോ പസഫിക് ഐലൻഡുകളുടെ ഒരു കൂട്ടമൊക്കെയാണ് ഈ കേസ് കൊടുത്തത്. ഞങ്ങളുടെ 1.5 ഡിഗ്രിയിൽ കൂടുതൽ കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പസഫിക് ഐലൻഡുകളുടെ കമ്മ്യൂണിറ്റിയൊക്കെയാണ് കേസ് കൊടുത്തത്. ഓക്കെ, സോ ആ കേസിന്റെ വിധി പറയുമ്പോൾ ആ കാരണം കൂടി അഡ്രസ് ചെയ്യുമല്ലോ? തീർച്ചയായിട്ടും ചെയ്യും. ദെൻ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണനകൾ കൊടുക്കണം. സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ വരുതിയിൽ നിർത്തുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ഉള്ളത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞു? നമ്മളുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു. പക്ഷേ ഞാൻ അന്നൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഈ പറയുന്ന ഒപ്പീനിയനുകളെല്ലാം ബൈൻഡിങ് അല്ല, ഒരു രാജ്യത്തിന്റെ മേലും ബൈൻഡിങ് അല്ല. പക്ഷെ ഒരു ലോക സംഘടന അല്ലെങ്കിൽ ഒരു ലോക കോടതി ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ലീഗൽ എൻഫോഴ്സ്മെന്റിന് എൻഫോഴ്സ് ചെയ്യാനായിട്ട് അത് പറ്റില്ല എങ്കിലും എന്താ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷൻ എടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ ആണ് ഇന്നത്തെ ന്യൂസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ICJയുടെ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ പാരീസ് എഗ്രിമെന്റിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സമയം ഒരുപാടായി എന്നറിയാം. ഞാൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഒന്ന് ബ്രീഫ് ആയിട്ട് എനിക്കൊന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഈസ് ദ ഇന്ത്യൻ എക്കോണമി പെർഫെക്റ്റ്ലി ബാലൻസ്ഡ്? പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടാണോ ഇന്ത്യൻ എക്കോണമി എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ കീപ്പ് ചെയ്തിരിക്കുന്നത്? അതായത് നമ്മളുടെ നിർമ്മല സീതാരാമൻ പറഞ്ഞു
നമ്മളുടെ ഇന്ത്യൻ എക്കോണമി കറന്റ് ഒരു ഗോൾഡിലോക്സ് മൊമെന്റിലാണ് അല്ലെങ്കിൽ ഗോൾഡിലോക്സ് സിറ്റുവേഷനിലാണ്. ഗോൾഡിലോക്സ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ടു ബാഡ് നോട്ട് ടു ഗുഡ് അല്ല, അതല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സിറ്റുവേഷനിലാണ്. ഇപ്പോഴാണ് ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള, ബാഡ് സിറ്റുവേഷൻ മാറി ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെഷനിൽ നമ്മൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണ്. നമ്മൾ 4 കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്കഷൻ അനലൈസ് ചെയ്യുന്നത്. ഒന്നാമത് നമ്മളുടെ എക്കോണമിയെ കുറിച്ചിട്ട് നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. എക്കോണമി നല്ല സിറ്റുവേഷനിലാണോ, എക്കോണമി ചീത്ത സിറ്റുവേഷനിലാണോ എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. ദെൻ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഡിസ്പാരിറ്റീസ് അല്ലെങ്കിൽ ഇൻകം ഇനീക്വാലിറ്റിയെ കുറിച്ച് ബേസ് ചെയ്തുകൊണ്ടാണ്. ദെൻ റിയൽ വേജ് എന്താണെന്ന് ഞാൻ പറയാം. വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ നോക്കും. ദെൻ ഫിസ്ക്കൽ സ്പേസ് അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസീസ് നമ്മൾ നോക്കും. ഈ 4 കാര്യങ്ങൾ ഇതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ 4 കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ എക്കോണമിയുടെ ഒരു പെർഫോമൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്, എക്കോണമിയെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസ്കഷനിലൂടെ. ഓക്കെ, ഒന്നാമത്തെ കേസ് നമുക്ക് എക്കോണമിയെ കുറിച്ചിട്ട് എന്തറിയാം? ഇന്ന് രാവിലെ നമ്മൾ ഒരു കാര്യം പഠിച്ചു, റിപ്പോ റേറ്റ് കുറച്ചു അല്ലെങ്കിൽ റിപ്പോ റേറ്റ് സ്റ്റേബിൾ ആയിട്ട് നിർത്തി. കഴിഞ്ഞ മാസം റിപ്പോ റേറ്റിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ജൂൺ 1-ാം തീയതിയോ ജൂൺ 2-ാം തീയതിയോ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ സംസാരിച്ചു റിപ്പോ റേറ്റ് കുറയുകയാണ്. റിപ്പോ റേറ്റ് കുറയുകയാണെങ്കിൽ എന്താണ് അർത്ഥം? ഇൻഫ്ലേഷൻ കുറയുകയാണ്. ഓർക്കുന്നുണ്ടോ? ഇൻഫ്ലേഷൻ കുറയുകയാണ്. ഓക്കെ, സോ ഈ ഒരു ചാർട്ട് ഫസ്റ്റ് ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ കുറയുന്നു. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ കുറയുകയാണ്. എത്രയാണ്? CPI ജനറൽ എന്ന് പറയുമ്പോൾ 4.8% നിന്ന് എന്തിലേക്ക് പോകുന്നു? 4.8% നിന്ന് മെയ് 2024 4.8% ഉണ്ടായിരുന്നത് ഈ വരുന്ന മെയ് ആയപ്പോഴേക്കും 2.8%. നല്ലതല്ലേ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ എന്ത് കുറയുകയാണ്? കുറയുകയാണ്. സോ കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ കുറയുകയാണ്. അപ്പോൾ എക്കോണമിയുടെ നല്ല കാര്യമാണോ അത്? നമ്മൾ പുറത്തു നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു, നല്ല കാര്യം. പക്ഷേ എന്ത് ഇൻഫ്ലേഷനാ കുറഞ്ഞേ? ജൂണില് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, എഡിറ്റോറിയൽ, നമ്മളുടെ ഹിന്ദുവിന്റെ എഡിറ്റോറിയല് ഇൻഫ്ലേഷൻ പോളിസിയെ വലിച്ചു കീറുന്ന ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? നിങ്ങൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് ശരി തന്നെ, പക്ഷേ എന്ത് ഇൻഫ്ലേഷൻ? എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ടോ? ഫുഡ് ഇൻഫ്ലേഷൻ ഓക്കെ, സമ്മതിച്ചു, ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? പച്ചക്കറിയുടെ വിലകൾ കുറഞ്ഞിട്ടുണ്ട്. ദെൻ എന്താണ്? ആപ്പിളിന്റെ വിലകൾ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുഡുമായി ബന്ധപ്പെട്ട ഫുഡ് ബാസ്ക്കറ്റിൽ പെടുന്ന ഓരോ കാര്യങ്ങളും ഇൻഫ്ലേഷൻസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹിന്ദു എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹെൽത്ത് ഇൻഫ്ലേഷനോ? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഇൻഫ്ലേഷനോ? ദെൻ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്ക് എഡ്യൂക്കേഷൻ കറന്റ് എത്ര എക്സ്പെൻസ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ഒരു LKG ഒരു സ്റ്റുഡന്റിനെ ജോയിൻ ചെയ്യാനായിട്ട് മിനിമം 1 ലക്ഷം രൂപ വേണം നമ്മുടെ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ. കേരളത്തിലെ കാര്യം ഒഴിച്ചു നിർത്തുക, നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോവുക. ബാംഗ്ലൂരിൽ ഒരു കുട്ടിയെ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും? വൻ തുകകൾ ചിലവാകും, മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ചിലവാകും. സോ നിങ്ങൾ ഫുഡ് ഇൻഫ്ലേഷൻ കുറച്ചു എന്ന് പറഞ്ഞു, പക്ഷേ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താ മിണ്ടാത്തെ? അതാണ് ഹിന്ദു അന്ന് ചോദിച്ച ചോദ്യം. ഹെൽത്ത് ഇൻഫ്ലേഷൻ, നിങ്ങൾ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ പെട്ടു. ഹെൽത്ത് ഇൻഫ്ലേഷൻ അറൌണ്ട് ഡബിൾഡ് ആണ് ചെയ്തിരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ. 2000 തുടങ്ങി അല്ലെങ്കിൽ 2010 തുടങ്ങി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഫ്ലേഷൻ ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളിലേക്ക് പോയിട്ടുണ്ട്. സോ ഹെൽത്ത് ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല, എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. സോ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ഇൻഫ്ലേഷൻ ആണ്. ഞാൻ അന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ടേം ഇൻഫ്ലേഷൻ ആണ്. ദെൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കോർ ഇൻഫ്ലേഷൻ ആണ്. എന്ത് ഇൻഫ്ലേഷൻ ആണ്? കോർ ഇൻഫ്ലേഷൻ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് 2.82 കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം മാത്രമല്ല ഒരു മനുഷ്യന് ആവശ്യമുള്ളത്. എഡ്യൂക്കേഷൻ ആവശ്യമാണ്, ഹെൽത്ത് ആവശ്യമാണ്,
ദെൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്? പെട്രോളിയം പ്രൊഡക്റ്റ് അതെന്തിലാ വരുന്നേ? കോർ ഇൻഫ്ലേഷന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുഡ് ആൻഡ് പെട്രോളിയം ഒക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈലി ഇൻഫ്ലേഷൻസ് തന്നെയാണ്, ഇൻഫ്ലേഷണറി ടെൻഡൻസീസ് ഉണ്ട്. സോ ഇത് നമുക്ക് ഒരു ഗുഡ് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നാണ് ഈ ഒരു ഓതർ പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? ഇൻഫ്ലേഷൻ കുറഞ്ഞു അല്ലെങ്കിൽ നമ്മളൊരു എക്കോണമി നല്ലൊരു സിറ്റുവേഷനിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ദെൻ പെർസിസ്റ്റന്റ് ഇൻകം ഡിസ്പാരിറ്റീസ് വിച്ച് ഈസ് ഇൻകം ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ജീനി കോഎഫിഷ്യന്റുകൾ. ഓക്കെ, അതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ ഇൻകം ഡിസ്പാരിറ്റിയിലേക്ക് വരുന്നതിന് മുൻപ് റിയൽ വേജ് അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് റിയൽ വേജിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുണ്ട്. അതായത് എന്താണ് ഈ റിയൽ വേജ്? ഇവിടെ ഈ ഒരു മാപ്പ് നോക്കി, ഈ ഒരു ചാർട്ട് നോക്കി, ഇതിൽ റിയൽ വേജ് ഗ്രോത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. റിയൽ വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വേജ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വേജ് ഈ വർഷം 10% ഇൻക്രീസ് ആയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നതിനേക്കാളും 10% കൂടുതൽ പൈസ നിങ്ങൾക്ക് കിട്ടി. പക്ഷേ രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ 15%. നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? 5% നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് മാത്രമേ നിങ്ങൾക്ക് ലാഭമുള്ളൂ. ഓക്കെ, സോ ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളുടെ സാലറിയിൽ എങ്ങനെയാണോ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇൻഫ്ലേഷനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗ്രോത്ത്, നിങ്ങളുടെ സാലറിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തിനെയാണ് റിയൽ വേജ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് അതിൽ ഇൻഫ്ലേഷൻ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? റിയൽ വേജ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ 2019 ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 5.2% ആയിരുന്നു നമ്മളുടെ റിയൽ വേജ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, 8.6% സാലറി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 5.2% എന്ത് റിയൽ വേജ് ഗ്രോത്ത് ചെയ്തു. ഓക്കെ, ദെൻ 2025 വന്നപ്പോഴോ 8.8% സാലറിയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 0.2% ഒക്കെ ഇൻക്രീസ് ചെയ്തു. അത് അറൌണ്ട് ഒരു 9.5 ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ 8ൽ നിന്നൊരു 2% ഒക്കെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ കാണിച്ച് പറ്റിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാണിച്ച് പറ്റിക്കാൻ നിൽക്കണ്ട. നമ്മളുടെ റിയൽ വേജ് ഗ്രോത്ത് അധികം അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? സോ എന്ത് നോക്കുമ്പോൾ റിയൽ വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് എക്കോണമി അത്ര ഗോൾഡ് ലോക്ക് മൊമെന്റിലൊന്നും അല്ല നിൽക്കുന്നേ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ തിട്ടൂരൊന്നും ഇറക്കി അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ഡയലോഗുകളൊക്കെ അടിച്ച് പറ്റിക്കാൻ നിൽക്കണ്ട എന്ന് നമ്മളുടെ ഈ ഓതർ പറയുകയാണ്. ദെൻ തേർഡ് സ്റ്റേജ് ജീനി കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഇനീക്വാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ജീനി കോഎഫിഷ്യന്റ് ഇൻഡെക്സ്. ഓക്കെ, ഇനീക്വാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ജീനി കോഎഫിഷ്യന്റ് ഇൻഡെക്സ്. ഓക്കെ, അത് രണ്ട് മേഖലയിലാണ്, 0 to 1. 0 ആണെങ്കിൽ പെർഫെക്റ്റ് ഇക്വിറ്റി ആണ്. ഓക്കെ, ഇനീക്വാലിറ്റി ഒന്നുമില്ല. 1നോടാണ്, അതായത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 0.498473 അതൊരു 0.5 അടുത്താണ്. അപ്പോൾ കുറച്ച് പകുതി ഇക്വാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇനീക്വാലിറ്റി ഉണ്ട്. ഓക്കെ, 1 ആണെങ്കിൽ ഹൈലി ഇനീക്വൽ ആണ്, 0 ആണെങ്കിൽ ഒട്ടും ഇനീക്വാലിറ്റി ഇല്ല. ഇതാണ് ജീനി കോഎഫിഷ്യന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ജീനി കോഎഫിഷ്യന്റ് കുറയുന്നുണ്ട്, ഇവിടെ എത്തുമ്പോൾ ഒന്ന് കൂടി ദെൻ വീണ്ടും കുറയുന്നുണ്ട്. അപ്പൊ നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. നല്ല കാര്യമാണോ? നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ റിയൽ വേജിന് ജീനി കോഎഫിഷ്യന്റ് കുറയുന്നുണ്ട് എന്നൊരു മാപ്പിൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും ഈ റിയൽ വേജിന് ചേഞ്ച് വരാത്തത് എന്താണ്? അതായത് ഇൻഈക്വാലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വേജിന് ചേഞ്ച് വരണ്ടേ? അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്. മേജർലി ജീനി കോഎഫിഷ്യന്റ് എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആർക്കാണ്? ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ്. ടാക്സ് അടയ്ക്കാത്തവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ. കാരണം എന്താണ്? അവർക്ക് ഇൻകം ഇല്ല, തുച്ഛ വരുമാനത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ചുറ്റുമുള്ളവർ മാത്രമല്ല, 150 കോടി മനുഷ്യരിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ദരിദ്രരാണ്. അവരെ ഈ ജീനി കോഎഫിഷ്യന്റ് ഇൻഡെക്സ് ഒന്നും കണക്ക് കൂട്ടിയിട്ട് കൂടിയില്ല. സോ അത് പ്രോബ്ലമാണ്. ടാക്സബിൾ ഇൻകം ഉള്ളവരെ മാത്രമല്ല, അത് ഇല്ലാത്ത ഈ അൺസെക്യൂർഡ് ലേബറേഴ്സ് അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ലേബേഴ്സ് ആണ് അധികവും വരുന്നത്.
അവരുടെ വേജിനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? അത് ഒരു പ്രോബ്ലമാണ്. സോ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു? 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് പറഞ്ഞു, ദെൻ റിയൽ വേജ് ഗ്രോത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു, ദെൻ വേറെ എന്താണ്, നമ്മുടെ ഇൻകം ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഇൻകം ഡിസ്പാരിറ്റീസിനെ കുറിച്ചിട്ട് പറഞ്ഞു, ദെൻ ടൈറ്റ് ഫിസിക്കൽ ഫേസസുകൾ, അതായത് ആ മാപ്പ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റുകൾ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമ്മൾ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഫിസിക്കൽ ഡെഫിസിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുരുക്കി ഒന്ന് പറയാം, സമയത്തിന്റെ പരിമിതി ഉണ്ട്. നമ്മൾ കടം വാങ്ങുമല്ലോ, നമ്മളുടെ രാജ്യം എവിടെന്നെങ്കിലും കടം വാങ്ങുമല്ലോ. നമ്മൾ രാജ്യത്തിന് പണം കിട്ടുന്നത് എവിടെയാണ്? രാജ്യത്തിന് പണം കിട്ടുന്നത് നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ വിൽക്കുമ്പോൾ. അങ്ങനെ ഗവൺമെന്റിന് പണം കിട്ടും. പക്ഷെ ആ പണം മാത്രം കൊണ്ട് ഗവൺമെന്റിന് എക്സ്പെൻഡിച്ചർ കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിനേക്കാളും കുറവാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചറിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ രാജ്യം ലോൺ എടുക്കും. ഓക്കെ, എനിക്ക് 20,000 രൂപ സാലറി ഉണ്ട്. 20,000 രൂപ തന്നെ 25,000 രൂപയാണ് എന്റെ എക്സ്പെൻസസ് വരുന്നത്. അപ്പൊ 5,000 മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ EMI എടുക്കും, മന്ത്ലി ലോൺ എടുക്കും. ഓക്കെ, EMI ആയിട്ട് ഞാൻ ഒരു 5,000 രൂപ എടുക്കും. അതൊരു രാജ്യം ചെയ്യുമ്പോൾ എന്ത് വിളിക്കും? അതിനെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ഒരു രാജ്യത്തിന് ഒരുപാട് ഫിസിക്കൽ ഡെഫിസിറ്റുകൾ ചെയ്യാനായിട്ട് പറ്റും? ഇല്ല. രാജ്യത്തിന് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരണം. ഇന്ത്യ ഫിസിക്കൽ ഡെഫിസിറ്റുകളിൽ ഒരു ട്രജക്ടറി പാത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വരുന്നുണ്ട്. ഇന്ത്യ ഒരു 4.5% അല്ലെങ്കിൽ 4%-നൊക്കെ അടുത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് ലിമിറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഫിസിക്കൽ ഡെഫിസിറ്റ് ലിമിറ്റ് ചെയ്ത് നിർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്? നമ്മൾ ധനം എടുക്കുന്നത് കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അത് തെറ്റാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റുകൾ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ മേജർലി പേയ്മെന്റുകളിലൊക്കെ പോകുന്നത് നമ്മളെ ഇൻട്രസ്റ്റുകൾ, വിച്ച് മീൻസ് പഴയ പേയ്മെന്റുകൾ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മുന്നേ എടുത്ത കടങ്ങളുടെ ഇൻട്രസ്റ്റുകൾ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണം കടമെടുത്തിട്ട് നമ്മൾ പഴയ ഇൻട്രസ്റ്റുകൾ അടച്ചു തീർക്കുകയാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലേക്കല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോബ്ലം കൂടി ഇവിടെ ഉണ്ട്. ദെൻ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 60% എന്നുള്ളത് 80% ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പ്രോബ്ലമാണ്. നിയോ എക്കോണമിസ്റ്റിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് രഘുറാം രാജനെ പോലെയുള്ള എക്കോണമിസ്റ്റുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഒന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. സോ ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞത് മാത്രമാണ് ഏറ്റവും ഉദാത്തമായ സത്യം എന്നൊന്നും പറയരുത്. ഇതിനും എക്സെപ്ഷനുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനും ക്രിട്ടിക്കൽ അനാലിസിസുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ 4 ബേസിസിൽ വെച്ചിട്ട് എന്തിനെ അനലൈസ് ചെയ്തു? എക്കോണമിയെ അനലൈസ് ചെയ്തു. അപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഫിസിക്കൽ നമ്മളുടെ ഫുഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ദെൻ എന്താണ്? ഇൻകം ഡിസ്പാരിറ്റീസ്, റിയൽ വേജ് ഇൻക്രീസ് ചെയ്തിട്ടില്ല, ജീനി കോഎഫിഷ്യന്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഇനീക്വാലിറ്റി കുറയുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളവരുടെ ഇൻകം ഇനീക്വാലിറ്റീസ് ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൂടിയില്ല. ഓക്കെ, ഇൻകം ഇനീക്വാലിറ്റീസ് കുറയുന്നുണ്ടായിരുന്നെങ്കിൽ, ജീനി കോഎഫിഷ്യന്റ് എഫക്റ്റീവ്ലി കുറയുന്നുണ്ടായിരുന്നെങ്കിൽ എന്തിൽ റിഫ്ലക്ട് ചെയ്യണം? അത് റിയൽ വേജിൽ റിഫ്ലക്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, ദെൻ ഫിസിക്കൽ സ്പേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മളുടെ കടം എടുക്കുന്നത് കുറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കടം എടുത്തിട്ട് റവന്യൂ ഡെഫിസിറ്റുകളാണ്, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറുകളിലേക്കാണ് നമ്മളുടെ കടങ്ങൾ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഹ്യൂജ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, നമ്മളുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു റിവിഷൻ കൂടി ഉണ്ട്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത് നമുക്കറിയാം. ദെൻ ആർട്ടിക്കിൾ 326 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മൾ 18 വയസ്സ് പൂർത്തിയായ ആർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഒരു രജിസ്റ്റേർഡ് വോട്ടർ ആവാനായിട്ടുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 4-5 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ, മറന്നു പോകരുത്. ദെൻ
റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലേക്ക് വരികയാണ് നമ്മൾ. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ എന്ത് പറയുന്നു? സെക്ഷൻ 16. നമ്മൾ ഈ വർഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട 3 സെക്ഷനുകൾ: സെക്ഷൻ 16, സെക്ഷൻ 19, സെക്ഷൻ 20, 21. സെക്ഷൻ 16 എന്താ പറയുന്നത്? സിറ്റിസൺ അല്ലാത്തവർക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 16. ദെൻ സെക്ഷൻ 19 വരുന്നു. സെക്ഷൻ 19 മിനിമം ഏജും ഓർഡിനറിലി റെസിഡന്റ് ആയ ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനായിട്ട് അവകാശമുള്ളൂ. സെക്ഷൻ 16 ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ദെൻ 18 വയസ്സും ഓർഡിനറി റെസിഡന്റും ആയിരിക്കണം. ദെൻ സെക്ഷൻ 20 ആണ് ഓർഡിനറി റെസിഡന്റിനെ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഓർഡിനറി റെസിഡന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 20 ആണ്. സെക്ഷൻ 16, ദെൻ 19, 20. 21 ഒരു ഇലക്ഷൻ കമ്മീഷന് എപ്പോഴൊക്കെ ഇലക്ട്രൽ റോളുകൾ റിവൈസ് ചെയ്യാം, സ്പെഷ്യൽ റിവിഷനുകൾ എപ്പോഴെല്ലാം സാധ്യമാക്കാം എന്ന് പറയുന്നത് സെക്ഷൻ 21 ആണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ മറന്നു പോകുന്ന ഒരു ജഡ്ജ്മെന്റ്, മൊഹീന്ദർ സിംഗ് ഗിൽ കേസ്. ഓക്കെ, ഈ കേസിൽ എന്താ പറഞ്ഞേ? അതായത് ഇലക്ഷൻ കമ്മീഷൻ ഈസ് നോട്ട് എബവ് ദ ലോ. പാർലമെന്റിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ, മൊഹീന്ദർ സിംഗ് ഗിൽ കേസിൽ എന്താ പറഞ്ഞേ? പാർലമെന്റിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ആ നിയമം പാലിക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. ഓർക്കുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് വാർത്തകൾ വന്നപ്പോ ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരുന്നു. എന്താണ്? ദ ഇലക്ഷൻ കമ്മീഷൻ ഡസന്റ് ഹാവ് അൺഫെറ്റേർഡ് പവർ ഒന്നും ഇല്ല. ഏത് കേസില്? മൊഹീന്ദർ സിംഗ് ഗിൽ കേസ് എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതിയത്. ഓക്കെ, സോ ഈ ഒരു കേസിലോ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇടക്കിടക്ക് പറയുന്നത് നിങ്ങൾ മറന്നു പോകുമെന്ന് എനിക്കറിയാം. ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇടക്കിടക്ക് മറന്നു പോകും. ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് ഓർമ്മിക്കുക, വീണ്ടും മറന്നു പോവുക, വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കും. ഓക്കെ, സോ ഇന്നത്തെ ന്യൂസ് കുറച്ച് ലെങ്തി ആയി പോയെന്ന് എനിക്കറിയാം. നമ്മളൊരു ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഒരു ലെങ്ത് വന്നത്. സോ സോറി. നാളെ നമ്മളെ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിൽ തന്നെ ഞാനത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.